ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഇവിടെ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ആൻജിയോസ്പേംസിൻ്റെ മോർഫോളജിയാണ്. ഒരു ആൻജിയോസ്പേംസിനെ മോർഫോളജിക്കലി നമുക്ക് രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം: റൂട്ട് സിസ്റ്റം ആൻഡ് ഷൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ പ്ലാന്റ് പാർട്ട് ദാറ്റ് സീൻ ബിലോ ദി സോയിൽ സർഫേസ് ആണ്, മണ്ണിനടിയിലേക്ക് കാണുന്ന ഭാഗമാണ് റൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോയിൽ സർഫേസിന് മുകളിൽ കാണുന്ന ഭാഗമാണ്. അതിൻ്റെ ആണ് സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട് അതൊക്കെ വരുന്നത് ഷൂട്ട് സിസ്റ്റത്തിൻ്റെ അകത്താണ്. റൂട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് റൂട്ട് മാത്രമാണ്. നമുക്കതിൽ ആദ്യം റൂട്ട് സിസ്റ്റം നോക്കാം. പ്ലാന്റ്സിൻ്റെ അകത്ത് ആൻജിയോസ്പേംസിൻ്റെ അകത്ത് കാണുന്നത് റൂട്ട് സിസ്റ്റം 3 ടൈപ്പ് ഉണ്ട്: ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അഡ്വെൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എംബ്രിയോൻ്റെ അകത്തുള്ള ഏത് ഭാഗമാണ്? എംബ്രിയോൻ്റെ അകത്ത് എംബ്രിയോൻ്റെ ആക്സിസിന് 2 ഭാഗമുണ്ട്: പ്ലുമ്യൂളും റാഡിക്കലും. പ്ലുമ്യൂൾ ഡെവലപ്സ് ഇൻ ടു ഷൂട്ട് സിസ്റ്റം, റാഡിക്കൽ ഡെവലപ്സ് ഇൻ ടു റൂട്ട് സിസ്റ്റമാണ്. ആ റാഡിക്കലിൻ്റെ ഇലോങ്ങേഷൻ വഴി ഉണ്ടാകുന്ന റൂട്ടാണ് ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. റാഡിക്കൽ ഇലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങനെ ടാപ്പറിങ് എൻഡോട് കൂടി ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു റൂട്ടിനെ വിളിക്കുന്ന പേര് ഇങ്ങനെയുള്ള റൂട്ടാണ് ഇത് ടാപ്പ് റൂട്ട്. ഇത് ആസ് എൻ്റെ മെയിൻ റൂട്ടിന് ഒരു ടാപ്പറിങ് എൻഡോട് കൂടിയ മെയിൻ റൂട്ട് ഉണ്ടായിരിക്കും. അതിനാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നൊരു ഫീച്ചറാണ് ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് മസ്റ്റാർഡ് ആണ് ഈ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ് മസ്റ്റാർഡ്. അടുത്ത് ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നു. ഫൈബ്രസ് റൂട്ടിൻ്റെ പ്രത്യേകത, ഇവിടെ റാഡിക്കൽ ആദ്യം കുറച്ച്, ഇത് എംബ്രിയോ ആക്സിസിൻ്റെ റാഡിക്കലാണെങ്കിൽ റാഡിക്കൽ കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്യും. അതിനുശേഷം ഈ റാഡിക്കൽ അങ്ങ് ഡീക്കേ പോവും, നശിച്ചു പോവും. എന്നിട്ട് ഈ പ്ലുമ്യൂളിൻ്റെ ബേസിൽ നിന്ന് ഒരു ഫൈബർ ലൈക്ക് റൂട്ട് ഡെവലപ്പ് ചെയ്യും. It is developed from the base of plumule after decaying the radicle, and such fibrous like roots are called fibrous root system. ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നു. ഇത് മോണോകോട്ടിൻ്റെ ഒരു ഫീച്ചറാണ്. മോണോകോട്ട് പ്ലാന്റ്സ് ആണോ ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണോ അപ്പോൾ നമുക്കതിൻ്റെ റൂട്ട് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ടാപ്പ് റൂട്ടാണ് കാണുന്നതെങ്കിൽ അത് ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ്. ഫൈബ്രസ് റൂട്ടാണെങ്കിൽ അത് മോണോകോട്ട് പ്ലാന്റ്സ് ആണ്. എക്സാമ്പിൾ റൈസ്, വീറ്റ് അങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ അകത്തൊക്കെ ആണ് ഈ ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. അടുത്താണ് അഡ്വെൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ഇത് ഡൈക്കോട്ടിലും മോണോകോട്ടിലും ഒക്കെ കാണുന്നുണ്ട്. ഈ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫ്രം എനി പാർട്ട് ഓഫ് എ പ്ലാന്റ് അതർ ദാൻ റാഡിക്കൽ. റാഡിക്കലിനോട് ചേർന്നുകൊണ്ടോ റാഡിക്കലിൽ നിന്നോ അല്ലാതെ മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് ഡെവലപ്പ് ചെയ്യുന്ന റൂട്ടിനെയാണ് അഡ്വെൻറ്റീഷ്യസ് റൂട്ട് എന്ന് പറയുന്നത്. ഇത് സ്റ്റെമ്മിൻ്റെ മുകളിലായിരിക്കും വരുന്നുണ്ടാവുക. എക്സാമ്പിൾ ഗ്രാസ്, അതേപോലെ മോൺസ്റ്ററ, ബാനിയൻ ട്രീ, ഷുഗർ കെയിൻ, ഇതിലൊക്കെ ഈ രീതിയിലുള്ള റൂട്ട് സിസ്റ്റം കാണാൻ പറ്റും. ഇപ്പം ആൽമരത്തിലൊക്കെ നമുക്കൊരു വേര് തൂങ്ങി ഇറങ്ങുന്നത് കാണാൻ പറ്റും സ്റ്റെമ്മിൻ്റെ മുകളിൽ നിന്ന്. അത് ആണ് അഡ്വെൻറ്റീഷ്യസ് റൂട്ടാണ്. അതേപോലെ മറ്റൊന്ന് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങിൻ്റെ അകത്ത് കാണുന്നത് കുരുമുളക്, കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഞാൻ ടെക്സ്റ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. ഗ്രാസ്, മോൺസ്റ്റർ, ബാനിയൻ ട്രീ ഒക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ്സിൻ്റെ അകത്ത് ആൻജിയോസ്പേംസിൻ്റെ അകത്ത് കാണുന്ന 3 രീതിയിലുള്ള റൂട്ട് സിസ്റ്റം. ഇനി നമുക്കൊരു റൂട്ടിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു റൂട്ടിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ഭാഗമാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. റൂട്ടിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ടുള്ള ഡെഡ് ടിഷ്യൂസിനെ കൊണ്ട് നിർമ്മിച്ച ഒരു ഭാഗമാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ആ റൂട്ടിൻ്റെ അകത്ത് കാണുന്ന ഒരേ ഒരു ഡെഡായിട്ടുള്ള ഭാഗമാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഈ റൂട്ട് ക്യാപ്പിൻ്റെ തൊട്ട് പിറകിലുള്ള ഭാഗമാണ് മെരിസ്റ്റമാറ്റിക് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും. ഈ ഭാഗത്തുള്ള സെൽസ് മെരിസ്റ്റമാറ്റിക് സെൽസ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസാണ്. അപ്പോൾ അങ്ങനെ വളരെ ഡെലിക്കേറ്റായ ഈ സെല്ലായതുകൊണ്ട് ഈ റൂട്ട് മണ്ണിലൂടെ താഴേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഡെലിക്കേറ്റായ ഈ ഒരു മെരിസ്റ്റമാറ്റിക് റീജിയൻ ഡാമേജ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് ഡാമേജ് പറ്റാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ അകത്ത് ഈ റൂട്ട് ക്യാപ്പ് ഉണ്ടായിരിക്കില്ല. പകരം അവിടെ റൂട്ട് പോക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക. ടെറസ്ട്രിയൽ കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റ്സിൻ്റെ അകത്താണ് റൂട്ട് ക്യാപ്പ് കാണുന്നത്. അപ്പോൾ ഓർക്കുക, റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡെഡ് ടിഷ്യൂസിനെ കൊണ്ട് നിർമ്മിച്ച റൂട്ടിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ട് കാണുന്ന ഒരു പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറാണ്. ഇത് പ്രൊട്ടക്റ്റ് ദി മെരിസ്റ്റമാറ്റിക് റീജിയൻ. ഈ മെരിസ്റ്റമാറ്റിക് റീജിയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. ഇനി രണ്ടാമത്തെ ഭാഗം ആണ് മെരിസ്റ്റമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്.
ആ ഭാഗത്ത് മെരിസ്റ്റമാറ്റിക് ആയ ടിഷ്യൂസാണ് ഉണ്ടാവുക. ആ സെൽസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ അകത്തുള്ള സെൽസ് ദേ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിരിക്കും. അങ്ങനെ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള ഈ സെൽസിനെ കൂടെ നിർമ്മിച്ച ഭാഗമാണിത്. ഏറ്റവും അധികം ഗ്രോത്ത് നടക്കുന്ന ഭാഗം, അതായത് റൂട്ടിൻ്റെ അകത്ത് ഏറ്റവും അധികം ഗ്രോത്ത് നടക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ മെരിസ്റ്റമാറ്റിക് റീജിയനാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പിറകിലുള്ള ഭാഗമാണ് ഈ ഭാഗമാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസാണ് ഉണ്ടാവുക. ആ ഭാഗത്തുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസിന് ഒരു പ്രത്യേകത ഉണ്ട്. ദേ ഹാവ് ദ കപ്പാസിറ്റി ഫോർ റാപ്പിഡ് ഇലോങ്ങേഷൻ. പെട്ടെന്ന് നീളം വെക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ നീളം വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റൂട്ടിന് ഇവിടെ നീളം വെക്കുന്ന നേരം ഈ റൂട്ട് താഴേക്ക് മണ്ണിലൂടെ തുളച്ച് താഴേക്ക് ഇറങ്ങാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ദീസ് റൂട്ട്സ് ഹെൽപ്പ് ഇൻ ദി പെനിട്രേഷൻ ഓഫ് റൂട്ട് ത്രൂ ദി സോയിലിലൂടെ ആ റൂട്ടിന് പെനിട്രേറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ സഹായിക്കുന്നത് ഈ ഒരു ഇലോങ്ങേഷൻ റീജിയൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറകിലായിട്ടുള്ള ഭാഗമാണ് നാലാമത്തെ ഭാഗമാണ്, ഇത്രയും ഭാഗമാണ് മെച്ചുറേഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഈ ഭാഗത്തുള്ള സെൽസ് മെച്ചുർ സെൽസ് ആയിരിക്കും. റൂട്ടിൻ്റെ മുകളിൽ ബ്രാഞ്ചസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു മെച്ചുറേഷൻ റീജിയനായിരിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, റൂട്ട് ഹെയർസ് ആർ എറൈസസ് ഫ്രം ദിസ് റീജിയൻ. എന്താണ് റൂട്ട് ഹെയർ എന്ന് പറഞ്ഞാൽ? ദീസ് ആർ മൾട്ടിസെല്ലുലാർ ഹെയർസ് എറൈസസ് ഫ്രം ദിസ് റീജിയൻ ആണ്. ഇത് ഹെൽപ്പ് ഇൻ ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. മണ്ണിൽ നിന്ന് റൂട്ടിൻ്റെ അകത്ത് അബ്സോർപ്ഷൻ നടക്കുന്ന ഭാഗം ഇതാണ്. റൂട്ടിൻ്റെ എല്ലാ ഭാഗവും വാട്ടർ മിനറൽസും അബ്സോർബ് ചെയ്യില്ല. റൂട്ടിൻ്റെ അകത്തുള്ള റൂട്ട് ഹെയർ എന്ന് പറയുന്ന ഭാഗമാണ് സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്യുന്നത്. അടുത്തത് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻസ് ആണ്. റൂട്ടിൻ്റെ നോർമൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആണ് സോയിലിൽ നിന്ന്. അതോടൊപ്പം തന്നെ സോയിൽ ഈ പ്ലാന്റിനെ ആങ്കർ ചെയ്ത് നിർത്താൻ, ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നതും റൂട്ടാണ്. എന്നാൽ അത് കൂടാതെ ചില അഡീഷണൽ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് ചില മോഡിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. അതാണ് റൂട്ട് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ ഫുഡ് സ്റ്റോറേജ്. സാധാരണ പ്ലാന്റ്സിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്യുക ഒന്നുകിൽ ഫ്രൂട്ടിൻ്റെ അകത്തൊക്കെ ആയിരിക്കും. പക്ഷേ ചില പ്ലാന്റ്സിൻ്റെ അകത്ത് റൂട്ടിൻ്റെ അകത്ത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി കാരണം റൂട്ടിൻ്റെ ഫംഗ്ഷൻ അല്ല അത്, അതിന് വേണ്ടി റൂട്ട് ചില മോഡിഫിക്കേഷൻ ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ. എക്സാമ്പിളാണ് ക്യാരറ്റ്, ബീറ്റ്റൂട്ടിൻ്റെ അകത്തൊക്കെ കാണുന്നത് ഈ രീതിയിലുള്ള ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷനാണ്. റാഡിഷ് അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ എക്സാമ്പിളാണ് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, റാഡിഷ് ഒക്കെ വരുന്നത്. ദെൻ അഡ്വൻറ്റീഷ്യസ് റൂട്ട് ഈസ് മോഡിഫൈഡ് ഇൻ ടു സോളൻ റൂട്ട്. ഇറ്റ് ഈസ് കോൾഡ് സ്വീറ്റ് പൊട്ടാറ്റോ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ ടാപ്പ് റൂട്ടും മോഡിഫൈ ചെയ്യുന്നുണ്ട്, അഡ്വൻറ്റീഷ്യസ് റൂട്ടും മോഡിഫൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ എക്സാമ്പിൾ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, റാഡിഷ് ആണ്. അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ എക്സാമ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. അടുത്തത് സപ്പോർട്ടിന് വേണ്ടിയുള്ള റൂട്ട് മോഡിഫിക്കേഷൻ. അതായത് ചില പ്ലാന്റ്സിൻ്റെ അകത്ത് വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ആണെങ്കിൽ, സ്റ്റെമ്മിനധികം ഉറപ്പില്ലാത്ത പ്ലാന്റ്സ് ആണെങ്കിൽ അത്തരം പ്ലാന്റ്സിൻ്റെ അകത്ത് റൂട്ട് മോഡിഫൈ ചെയ്യുന്നു ആ സ്റ്റെമ്മിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് എക്സാമ്പിൾ ഒന്നാണ് പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്ന റൂട്ടുണ്ട്. ഇത് കാണുന്നത് ബാനിയൻ ട്രീൻ്റെ അകത്താണ്. സ്റ്റിൽറ്റ് റൂട്ട് കാണുന്നുണ്ട്, അത് കാണുന്നത് മെയ്സ് അല്ലെങ്കിൽ ഷുഗർ കെയിൻ്റെ അകത്തൊക്കെയാണ്. ഈ പ്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും വ്യത്യാസം. പ്രോപ്പ് റൂട്ട് ആണെങ്കിൽ ഇതിപ്പോൾ മെയിൻ സ്റ്റെമ്മാണ് കരുതുക, സോയിൽ മെയിൻ സ്റ്റെമ്മിൻ്റെ മുകളിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യും. ഈ ബ്രാഞ്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന റൂട്ടിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പ് റൂട്ട് എന്ന് വിളിക്കുന്നത്. ദീസ് റൂട്ട്സ് ആർ എറൈസസ് ഫ്രം ദി ലാറ്ററൽ ബ്രാഞ്ചസ് വിച്ച് ആർ ഗ്രോയിങ് ഹൊറിസോണ്ടൽ ടു സോയിൽ സർഫേസ്. മണ്ണിന് സമാന്തരമായിക്കൊണ്ട് വളരുന്ന ലാറ്ററൽ ബ്രാഞ്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന റൂട്ടാണ് പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത്. മെയിൻ സ്റ്റെമ്മിൻ്റെ മുകളിൽ നിന്നല്ല, ഫ്രം ദി ലാറ്ററൽ ബ്രാഞ്ചസ് എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അതിന് എക്സാമ്പിൾ ബാനിയൻ ട്രീ. ആൽമരത്തിലൊക്കെ മുകളിൽ നിന്ന് ബ്രാഞ്ചിന് മുകളിൽ തൂങ്ങി വരുന്ന റൂട്ടാണത്. അടുത്ത സ്റ്റിൽറ്റ് റൂട്ടാണ്. സ്റ്റിൽറ്റ് റൂട്ടിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെമ്മാണെങ്കിൽ ഇപ്പോൾ ഷുഗർ കെയിൻ്റെ അകത്തൊക്കെ കാണും. ഈ മെയിൻ സ്റ്റെമ്മിൻ്റെ ലോവർ പോർഷൻ ഫ്രം ബേസ് ഓഫ് മെയിൻ സ്റ്റെം ആയിരിക്കും ഈ റൂട്ട് അറൈസ് ചെയ്യുന്നുണ്ടാവുക. അതിനാണ് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് വിളിക്കുക. അപ്പോൾ രണ്ട് വ്യത്യാസം ഓർക്കുക. പ്രോപ്പ് റൂട്ട് ആണെങ്കിൽ ദീസ് റൂട്ട്സ് ആർ അറൈസ്ഡ് ഫ്രം ദി ലാറ്ററൽ ബ്രാഞ്ചസ് വിച്ച് ആർ ഗ്രോയിങ് ഹൊറിസോണ്ടൽ ടു സോയിൽ സർഫേസ്. സ്റ്റിൽറ്റ് റൂട്ട് ഈസ് അറൈസ്ഡ് ഫ്രം ബേസ് ഓഫ് മെയിൻ സ്റ്റെം. അതിന് എക്സാമ്പിൾ മെയ്സ്, ഷുഗർ കെയിനിലോ കാണുന്നത് സ്റ്റിൽറ്റ് റൂട്ടാണ്. അടുത്തത് ബ്രീത്തിങ് റൂട്ടാണ്. ബ്രീത്തിങ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടിന് വേണ്ട ഓക്സിജൻ കിട്ടുന്നത് എവിടുന്നാണ് കിട്ടുന്നത്? സ്റ്റെം അബ്സോർബ് ചെയ്ത് കൊടുക്കുകയാണോ? അല്ല. ലീഫ് അബ്സോർബ് ചെയ്തൊന്നും കൊടുക്കുകയല്ല, റൂട്ട് തന്നെ സ്വയം അബ്സോർബ് ചെയ്യണം. ഇപ്പം മണ്ണിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ താഴേക്ക് ഇറങ്ങുന്ന ഓക്സിജനാണ്, എയറാണ്
ഈ റൂട്ട് അതിൻ്റെ ബ്രീത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില മാർഷി ഏരിയ, ചതുപ്പ് നിലത്തിൽ ചളി പ്രദേശങ്ങളിൽ വളരുന്ന പ്ലാന്റ്സിന് ആ ചളിയിലൂടെ താഴേക്ക് ഓക്സിജൻ ഇറങ്ങില്ല, അല്ലെ എയർ കിട്ടില്ല. അത്തരം കേസിൽ ഈ അടിയിലുള്ള വേരിൽ നിന്ന്, ചളീൻ്റെ അടിയിലുള്ള വേരിൽ നിന്ന് മുകളിലേക്ക് ചില സ്പെഷ്യൽ റൂട്ട് വന്ന് വാട്ടർ സർഫേസിൽ വന്ന് നിൽക്കും. ആ റൂട്ടിനെ വിളിക്കുന്നവരെ ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത്. ഇത് കാണുന്ന എവിസീനിയ റൈസോഫോറ. മാംഗ്രൂവ്സ് ആണ്, കണ്ടൽക്കാടുകൾ വളരെ എവിടെയാണ്? ചതുപ്പ് നിലങ്ങളിൽ, ചളിപ്രദേശങ്ങളിലാണ്. അങ്ങനെയുള്ള ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന മാംഗ്രൂവ്സിൻ്റെ അകത്താണ് ഈ ടൈപ്പ് റൂട്ട് കാണുന്നത്. ഓർത്തക്കം ബ്രീത്തിങ് റൂട്ട് ഇസ് കോൾഡ് ന്യൂമാറ്റോഫോർ. എക്സാമ്പിൾ എവിസീനിയ റൈസോഫോറ. അപ്പോൾ ഇതൊക്കെയാണ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻസ്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് റൂട്ടാണ്. റൂട്ടിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു. മെയിൻ ഫംഗ്ഷൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആണ്. റൂട്ടിൻ്റെ ഏത് ഭാഗമാണ് അബ്സോർബ് ചെയ്യുന്നത്? റൂട്ട് ഹെയർ റീജിയൻ ആണ്. പിന്നെ ആങ്കറേജ്, ഒരു പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നു. അതേപോലെ മറ്റൊരു ഫംഗ്ഷൻ ഫുഡ് സ്റ്റോറേജ്. ഇവിടെ ഫുഡ് സ്റ്റോറേജിന് വേണ്ടി റൂട്ട് മോഡിഫിക്കേഷൻ കാണിക്കുന്നത് പ്രൊവൈഡ് സപ്പോർട്ട്. ചില പ്ലാന്റ്സിൻ്റെ ഇപ്പോൾ ബാനിൻ ട്രീ പോലെ കേസിലൊക്കെ അവിടെ റൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് റൂട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് സ്റ്റെമ്മ് നോക്കാം. ഒരു എംബ്രിയോൻ്റെ പ്ലിമ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്റ്റെമ്മ് അല്ലെങ്കിൽ ഷൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സ്റ്റെമ്മിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് പ്രസൻസ് ഓഫ് നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്. സ്റ്റെമ്മാണെങ്കിൽ അതിൻ്റെ മുകളിൽ, ഇപ്പോൾ ഒന്നൊരു സ്റ്റെമ്മാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ, ഇതിനെയാണ് നോഡെന്ന് വിളിക്കുന്നത്. രണ്ട് നോഡിൻ്റെ ഇടയിലുള്ള സ്പേസിന് എന്ത് വിളിക്കും? ഇൻ്റർനോഡ് എന്ന് വിളിക്കുന്നു. ഈ നോഡിൽ നിന്നാണ് ഒരു പ്ലാന്റിൻ്റെ ലീഫും ഫ്ലവറും ബ്രാഞ്ചസും എല്ലാം അറൈസ് ചെയ്യുന്നത്. സോ നോഡ് ഈസ് എ റീജിയൻ ഓൺ ദി സ്റ്റെം വേർ ലീവ്സ്, ബ്രാഞ്ചസ് ആൻഡ് ഫ്ലവേഴ്സ് ആർ അറൈസസ്. ദ സ്പേസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് നോഡ് ഈസ് കോൾഡ് ഇൻ്റർനോഡ്. ദെൻ ഫങ്ഷൻ ഓഫ് എ സ്റ്റെം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഈ സ്റ്റെമ്മിൻ ആണ് അതിൻ്റെ മുകളിൽ ബ്രാഞ്ചിൻ്റെ മുകളിൽ ലീഫും ഒക്കെ ബിയർ ചെയ്യുന്നത് സ്റ്റെമ്മിൻ്റെ ഫങ്ഷനാണ്. ഇത് കണ്ടക്ട് വാട്ടർ ആൻഡ് മിനറൽസ്. റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെയും മിനറൽസിനെയും ലീഫിലേക്ക് എത്തിക്കുകയും ലീഫ് ഫോട്ടോസിൻസ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനെയാണ് ഫോട്ടോസിന്തേറ്റ് എന്ന് വിളിക്കുന്നത്. ആ ഫോട്ടോസിന്തേറ്റിനെ തിരിച്ച് പ്ലാന്റ്സിനെ മറ്റു പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതേപോലെ ചില പ്ലാന്റ്സിൻ്റെ അകത്ത് ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നു, ചിലതിനകത്ത് പ്രൊട്ടക്ഷൻ നടത്തുന്നുണ്ട്, ചിലതിൻ്റെ അകത്ത് വെജിറ്റേറിയൻ പ്രൊപ്പഗേഷൻ. ഇപ്പോൾ നമ്മൾ റോസ്, ചെമ്പരത്തി, ടപ്പിയോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ എന്താ ചെയ്യുക? സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് നടുന്നത്. അപ്പോൾ ചില പ്ലാന്റ്സിന് ഇപ്പം ബൊഗൈൻവില്ല, അതിന് നമുക്ക് മുള്ളുകളുണ്ട്. എന്തിനു വേണ്ടി? സ്റ്റെമ്മിൻ്റെ മുകളിൽ മുള്ളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മറ്റ് ആനിമൽസ് ഒന്നും അതിനെ തിന്നാതിരിക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്ഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഫുഡ് സ്റ്റോറേജും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്റ്റെം ഈ പറഞ്ഞ പ്രൊട്ടക്ഷനും ഫുഡ് സ്റ്റോറേജൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റെമ്മിൻ്റെ അകത്ത് ചില മോഡിഫിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, സ്റ്റെം മോഡിഫിക്കേഷൻ ഫോർ ഫുഡ് സ്റ്റോറേജ്. അത് എസ്പെഷ്യലി അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. സോയിൽ സർഫേസിന് താഴെയുള്ള സ്റ്റെമ്മാണ് ഫുഡ് സ്റ്റോറേജിന് വേണ്ടി മോഡിഫൈ ചെയ്യുന്നതിന്. എക്സാമ്പിൾ പൊട്ടറ്റോ, ജിഞ്ചർ, ടെർമറിക്, കൊളക്കേഷ്യ, ഇത്തരം പ്ലാന്റ്സിൻ്റെ അകത്തൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ നമ്മൾ കരുതും, കിഴങ്ങ് മീൻസ് അതിൻ്റെ പൊട്ടറ്റോ കിഴങ്ങെന്ന് പറയുന്നത് റൂട്ടാണെന്ന് കരുതും നമ്മൾ. പക്ഷേ റൂട്ടല്ല, എന്താണ് അത്? സ്റ്റെമ്മാണ്. ഇപ്പോൾ ജിഞ്ചർ, ടെർമറിക്, കൊളക്കേഷ്യ ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റെം ഈസ് മോഡിഫൈഡ് ഫോർ ഫുഡ് സ്റ്റോറേജ് ആണ്. അതോടൊപ്പം നമ്മൾ അതിന് പ്രൊപ്പഗേഷൻ നടാൻ വേണ്ടിയിട്ടും എന്താ ചെയ്യുക? ഈ ഭാഗം തന്നെയാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ജിഞ്ചറോ ടെർമറിക്കോ കൊളക്കേഷ്യോ ഒക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മളത് ഒരു വർഷം അത് ഉണ്ടായത് ഈൽഡ് നമ്മൾ മണ്ണിന്ന് എടുത്തിട്ടില്ലെങ്കിൽ അത് അവിടെ തന്നെ പെരിനേറ്റിങ് അവിടെ തന്നെ കിടക്കും. അടുത്ത സീസൺ ആകുന്ന സമയത്ത് വീണ്ടും ഒന്ന് മുളയ്ക്കും. സോ ഇതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പഗേഷനെ സഹായിക്കുന്നതും ഈ ഒരു അണ്ടർഗ്രൗണ്ട് പോർഷൻ തന്നെയാണ്. ഇത്തരം പ്ലാന്റ്സിനകത്ത് അവിടെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡിഫിക്കേഷൻ കാണുന്നത്. അടുത്തത് സ്റ്റെം ടെൻഡിൽ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഫൗണ്ട് ഇൻ ക്ലൈംബേഴ്സിൻ്റെ കേസിൽ, അല്ലെങ്കിൽ വീക്ക് സ്റ്റെംഡ് ആയ പ്ലാന്റ്സ് ആണെങ്കിൽ, എക്സാമ്പിൾ കുക്കുംബർ, പംകിൻ, വാട്ടർമെലൺ, ഗ്രേപ്പ് വൈൻസ്, ഇതിൻ്റെ അകത്തൊക്കെ സ്റ്റെമ്മ് വളരെ നേരത്തെ സ്റ്റെമ്മായിരിക്കും. ഈ സ്റ്റെമ്മിൻ്റെ നോഡിൽ നിന്ന് കോയിൽഡ് സ്പ്രിംഗ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഹൈലി കോയിൽഡ് സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെം ടെൻഡിൽ എന്ന് വിളിക്കുന്നത്. ഇപ്പം മത്തനും വാട്ടർമെലനും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മുന്തിരി വള്ളിയിലൊക്കെ സ്പ്രിങ് പോലെ സ്ട്രക്ചർ കാണും. അത് വെച്ചിട്ടാണ് അത് അതിൻ്റെ സപ്പോർട്ടിങ് പ്ലാന്റ്സിൻ്റെ മുകളിൽ പിടിച്ച് കയറിപ്പോകുന്നത്. അതിനെ സഹായിക്കുന്ന സ്ട്രക്ചറാണ് സ്റ്റെം ടെൻഡിൽ എന്ന് വിളിക്കുന്നത്. അത് തോൺസ് ആണ്. തോൺസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സ്ട്രെയിറ്റ് ഒരു സ്റ്റെമ്മാണെങ്കിൽ അതിൻ്റെ നോഡിൽ ലീഫ് ഉണ്ടെങ്കിൽ ലീഫിൻ്റെ ആക്സിസ് അറൈസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് വുഡി പോയിൻറ്റഡ് സ്ട്രക്ചറാണ്. കൂർത്ത പോയിൻറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്.
സ്ട്രെയിറ്റ് ആയിരിക്കും, വളഞ്ഞിട്ട് വരുന്നതല്ല കേട്ടോ. സ്ട്രെയിറ്റ് വുഡി പോയിൻറ്റഡ് സ്ട്രക്ചേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, തോൺസ് എന്ന് വിളിക്കുന്നത്. അത് കാണുന്ന പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ബൊഗൻവില്ല, സിട്രസിൻ്റെ അകത്തൊക്കെ അത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ റോസിൻ്റെ സ്റ്റെമ്മിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കാണാം, ഈ ഒരു തോൺസ് മുള്ളുകളുണ്ട്. പക്ഷേ ആ മുള്ള് തോൺസ് അല്ല, കാരണം അത് വളഞ്ഞിട്ടുണ്ടാവുക. ഇത് സ്ട്രെയിറ്റ് വുഡി പോയിൻ്റ് ആയിട്ടുള്ളതാണ് സിട്രസിൻ്റെ അകത്തും ബൊഗൻവില്ലിൻ്റെ അകത്തും കാണുന്നത്. അടുത്ത് ഫില്ലോക്ലാഡ്. അതായത് ഇൻ സം പ്ലാന്റ്സ് ദ ലീവ്സ് ആർ ആബ്സെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒപ്പൻഷ്യ, കാക്ടസ്, കള്ളിച്ചെടീൻ്റെ അകത്ത് ലീഫ് മോഡിഫൈ ചെയ്ത് സ്പൈൻസായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ലീഫിൻ്റെ ഫംഗ്ഷനായ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് അത്തരം പ്ലാന്റ്സിൻ്റെ അകത്ത് സ്റ്റെം ഈസ് മോഡിഫൈഡ് ഇൻ ടു ഗ്രീൻ ഫ്ലഷി വാട്ടർ സ്റ്റോറിങ് സ്ട്രക്ചറായി മോഡിഫൈ ചെയ്യുന്നു. അതിനെയാണ് ഫില്ലോക്ലാഡ് എന്ന് വിളിക്കുന്നത്. ഒപ്പൻഷ്യ, കള്ളിച്ചെടീൻ്റെ അകത്ത് നമുക്കത് കാണാൻ പറ്റും. യൂഫോർബിയ എന്ന് പറയുന്ന മറ്റൊരു പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ അകത്തും ഇങ്ങനെ തന്നെയാണ്. ഇത് ഡ്രൈ കണ്ടീഷനായി വളരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ അകത്ത് ഡ്രൈ കണ്ടീഷൻ ആവുന്ന സമയത്ത് അതിൽ എന്തുണ്ടാവില്ല, ലീഫ് ഉണ്ടാവില്ല. അപ്പോൾ ലീഫിനെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റെം ഈസ് മോഡിഫൈഡ് ഇൻ ടു ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചർ. ഫില്ലോക്ലാഡ് ഈസ് എ മോഡിഫിക്കേഷൻ ഫോർ ഫോട്ടോസിന്തസിസ് ആണ്. ദെൻ അത് സ്റ്റോളൻ കാണുന്നത് മിൻറ്റ്, ജാസ്മിൻ എന്ന് പറയുന്ന പ്ലാന്റ്സ് ഉണ്ട്. സ്റ്റോളൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെയിൻ വള്ളി, ഇപ്പം ഇതിൻ്റെ ജാസ്മിൻ്റെ ഒക്കെ വള്ളി അങ്ങനെ ഇതിന് മുകളിൽ നിന്ന് സ്റ്റെമ്മിൻ്റെ ലോവർ പോർഷനിൽ ബ്രാഞ്ച് അറൈസ് ചെയ്യും. ഈ ബ്രാഞ്ച് ബെൻഡ് ചെയ്ത് സോയിൽ ടച്ച് ചെയ്യും. ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് റൂട്ട് ഡെവലപ്പ് ചെയ്ത് ഇത് പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള മോഡിഫിക്കേഷനാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്റ്റെം മോഡിഫിക്കേഷനാണ്. സ്റ്റോളൻ കാണുന്ന എക്സാമ്പിളാണ് ജാസ്മിൻ ആൻഡ് മിൻറ്റ്. അവിടെ ദ ലാറ്ററൽ ബ്രാഞ്ചസ് അറൈസ് ഫ്രം ബേസ് ഓഫ് മെയിൻ സ്റ്റെം, ഇറ്റ് ബെൻഡ് ഡൗൺവേർഡ്സ് ആൻഡ് ടച്ച് ഇൻ ദ സോയിൽ ആൻഡ് ദാറ്റ് റീജിയൻ ഡെവലപ്സ് ഇൻ ടു ന്യൂ പ്ലാന്റ്. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോളൻ. എൻ എക്സാമ്പിളാണ് മിൻറ്റ്, ജാസ്മിൻ. അടുത്ത് ഓഫ്സെറ്റ് പഠിച്ചിട്ടുണ്ട്. വാട്ടർ ഹയാസിൻ എന്ന് പറയുന്ന ഐക്കോർണിയ അല്ലെങ്കിൽ പിസ്റ്റിയ ഇതിൻ്റെ അകത്തൊക്കെ കാണുന്നതാണ്. അതായത് സ്റ്റെമ്മിൻ്റെ മുകളിൽ നിന്ന് ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യും. ആ ബ്രാഞ്ചിൻ്റെ മുകളിൽ നിന്ന് അത് ബ്രാഞ്ചിൻ്റെ മുകളിൽ നിന്ന് പുതിയ ലീഫ് ഡെവലപ്പ് ചെയ്ത് പുതിയ പ്ലാന്റായി മാറുന്നതാണ്. വളരെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കും ഇത് കാരണം. അപ്പോൾ ഈ ഐക്കോർണിയ പഠിച്ചിട്ടുണ്ട്. വാട്ടർ ഹയാസിൻ്റെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം എന്താണ്, ബംഗാളിൽ ഇത് വളർന്ന് വളരെ ഈ അഗ്രികൾച്ചർ നെൽവയലിലൊക്കെ വളർന്നിട്ട് വളരെയധികം പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എടുത്ത് മാറ്റുമ്പോഴേക്കും വീണ്ടും ഉണ്ടായി വരും. കാരണം എടുത്ത് മാറ്റുന്ന സമയത്ത് ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്ന സ്റ്റെമ്മിൻ്റെ ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ച് ചെറിയൊരു കഷ്ണം എവിടെയും കിടന്നാൽ മതി, അതിൻ്റെ മുകളിൽ വീണ്ടും അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും. സോ വളരെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഓഫ്സെറ്റ്. ഇത് കാണുന്ന പ്ലാന്റ്സിന് എക്സാമ്പിളാണ് പിസ്റ്റിയ, അതേപോലെ മറ്റൊന്ന് ഐക്കോർണിയ. അടുത്ത് സക്കർ കാണുന്ന എക്സാമ്പിളാണ് ക്രൈസാന്തിമം, ബനാന, പൈനാപ്പിളൊക്കെ. അതായത് ഇപ്പം ഇവിടെ കാണുന്നത് ഒരു ക്രൈസാന്തിമം എന്ന് പറഞ്ഞാൽ ജമന്തിയാണ്. ജമന്തിൻ്റെ ചെടിയാണെങ്കിൽ ഇത് സോയിൽ സർഫേസിന് തൊട്ട് താഴെ വെച്ചിട്ട്, ഇത് സോയിലാണ് താഴെ വെച്ചിട്ട് ബ്രാഞ്ച് ഉണ്ടാവും. ഈ ബ്രാഞ്ച് സോയിലിന് അടിയിൽ കൂടി വളരുകയും ഇവിടെ നിന്ന് മുകളിലേക്ക് പുതിയ സ്റ്റെം ഡെവലപ്പ് ചെയ്യും. ഇതിന് മുകളിൽ ലീഫൊക്കെയുള്ള പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്ത് വരും. ഇത് ഞാൻ നമ്മൾ കറിവേപ്പിലിൻ്റെ അകത്തൊക്കെ കാണുന്നത്. ഒരു കറിവേപ്പില ഒരു സ്ഥലത്തുണ്ടെങ്കിൽ, കറിവേപ്പിൻ്റെ മരം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ചുറ്റുപാടും കുറേ തൈകൾ മുളച്ച് വരുന്നത് കാണാം. ഇത് വിത്ത് വീണ് മുളയ്ക്കുന്നതല്ല. ഇതാണ് സക്കർ എന്ന് പറയുന്ന മെത്തേഡാണ്. അതായത് സ്റ്റെമ്മിൻ്റെ സോയിൽ സർഫേസിന് താഴെ വെച്ച് സ്റ്റെമ്മ് ബ്രാഞ്ചസ് ആയിട്ട് മാറും. ആ ബ്രാഞ്ച് സോയിലിനടിയിൽ കൂടി വളർന്ന് അതിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെമ്മ് ഡെവലപ്പ് ചെയ്യും. അവിടെ ലീഫ് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കാണും. ഇതാണ് ബനാന. അങ്ങനത്തെ ഒരു വാഴ ഉണ്ടായി കഴിഞ്ഞാൽ വാഴയും ചുറ്റും കുറേ വാഴ മുളച്ച് വരുന്നത് കാണാം. അതേപോലെ തന്നെ പൈനാപ്പിൾ അങ്ങനെ തന്നെയാണ്. ഒരു പൈനാപ്പിൾ നമ്മൾ കുഴിച്ചിട്ടാൽ മതി, ചുറ്റുപാടും കുറേ മുളച്ച് വരുന്നത് കാണാം. അതിനൊക്കെ സഹായിക്കുന്നത് സക്കർ. അപ്പോൾ സ്റ്റോളൻ, ഓഫ്സെറ്റ്, സക്കർ ഇതൊക്കെ സ്റ്റെം മോഡിഫിക്കേഷൻ ഫോർ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്റ്റെം മോഡിഫിക്കേഷനാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്റ്റെം മോഡിഫിക്കേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് സ്റ്റെമ്മിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ സ്റ്റെം മോഡിഫിക്കേഷനൊക്കെ ഫുഡ് സ്റ്റോറേജിന് എക്സാമ്പിൾ പൊട്ടറ്റോ, ജിഞ്ചർ, ടർമറിക്, കൊളക്കേഷിക്കാണ്. സ്റ്റെം ടെൻഡലിന് എക്സാമ്പിൾ പംകിൻ, വാട്ടർമെലൺ, കുക്കുംബർ, ഗ്രേപ്പ് വൈൻസ് ഒക്കെയാണ്. തോൺസ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. ബൊഗൻവില്ല, സിട്രസ് ആണ്. ഫില്ലോക്ലാഡ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിന് വേണ്ടിയുള്ള സ്റ്റെം മോഡിഫിക്കേഷനാണ്. ഒപ്പൻഷ്യ, യൂഫോർബിക് ആണ് എക്സാമ്പിൾ. സ്റ്റോളൻ, ഓഫ്സെറ്റ്, സക്കർ ഇത് മൂന്നും റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്റ്റെം മോഡിഫിക്കേഷനാണ്. ഇതിനാണ് സ്റ്റെമ്മിൻ്റെ അകത്ത് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ലീഫ് നോക്കാം. ഇപ്പോൾ പറഞ്ഞു സ്റ്റെമ്മിൻ്റെ മുകളിൽ നിന്നാണ് ലീഫ് എറൈസ് ചെയ്യുന്നത്. സ്റ്റെമ്മിൻ്റെ മുകളിലുള്ള നോഡ് എന്ന് പറയുന്ന റീജിയനിലാണ് ലീഫ് എറൈസ് ചെയ്യുന്നത്. ലീഫ് ഈസ് എ ലാറ്ററൽ ഫ്ലാറ്റൻഡ് ഔട്ട്ഗ്രോത്ത് അറൈസസ് ഫ്രം നോഡ്സ് ആണ്. ലീഫിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം എന്താണ്, ഫോട്ടോസിന്തസിസ് ആണ്. റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും സൈലം വഴി ലീഫിലെത്തുന്നു. ലീഫിൽ വെച്ച് ഫോട്ടോസിന്തസിസ് നടന്ന് ഗ്ലൂക്കോസ് ഉണ്ടായി അത് മറ്റു പല സൂക്രോസായി കൺവേർട്ട് ചെയ്ത് ഫ്ലോയത്തിലൂടെ ട്രാൻസ്പോർട്ട് തിരിച്ചു പോവുക ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ആ ലീഫ് ഇറ്റ് അറൈസസ് ഫ്രം നോഡ്സ് ആണ്. ഓരോ ലീഫിൻ്റെയും ആക്സിസിലായിട്ട് ഒരു ആക്സിലറി ബഡ് ഉണ്ടായിരിക്കും. ഈ ആക്സിലറി ബഡിന് സ്റ്റെമ്മായിട്ടും അല്ലെങ്കിൽ ഫ്ലവറായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും.
ഈ ആക്സിലറി ബഡീസ് ഡെവലപ്സ് ഇൻ ടു സ്റ്റെം ഓർ ബ്രാഞ്ചസ് ഓർ ഫ്ലവേഴ്സ് ആർ ഡെവലപ്ഡ് ഫ്രം ദിസ് ആക്സിൽ. ഏത് ലീഫിൻ്റെ ആക്സിൽ നോക്കിക്കഴിഞ്ഞാലും ആക്സിലറി ബഡ് ഉണ്ടാവും. അത് ഡെവലപ്പ് ചെയ്തോളണമെന്നില്ല. ചില കേസിൽ ഡെവലപ്പ് ചെയ്യും, ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യില്ല. ദെൻ പിന്നെ നമ്മൾ ടിപ്പിക്കൽ ലീഫ് നോക്കുകയാണെങ്കിൽ എ ടിപ്പിക്കൽ ലീഫ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്: എ ലീഫ് ബേസ്, പീറ്റിയോൾ ആൻഡ് ലാമിന എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഒരു ലീഫിനുണ്ടാവുക. ലീഫ് ബേസ് ആണ് ഇത്, സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ലീഫ് ബേസ് എന്ന് പറയുന്നത്. ഇത് ലീഫിൻ്റെ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് പീറ്റിയോൾ എന്ന് വിളിക്കുന്നു. എല്ലാ ലീഫിനും പീറ്റിയോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മളിപ്പം പേരക്കൻ്റെ ഗോവൻ്റെ ലീഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇക്സോറ തെച്ചീൻ്റെ കേസിലൊക്കെ ലീഫ് നോക്കിയാൽ അവിടെ പീറ്റിയോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ലീഫിന് പീറ്റിയോൾ ഉണ്ടാവാം, ചിലതിന് ഉണ്ടാവില്ല. ആ ലീഫിൻ്റെ ആക്സിസിനെ വിളിക്കുന്ന പേരാണ്, ലീഫിൻ്റെ സ്റ്റോക്കിനെ വിളിക്കുന്നതാണ് പീറ്റിയോൾ എന്ന് വിളിക്കുന്നത്. ദെൻ പിന്നെ ലീഫിൻ്റെ ആ ഗ്രീൻ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്നവരാണ് ലാമിന ഓർ ലീഫ് ബ്ലേഡ് എന്ന് വിളിക്കുന്നു. അവിടെ അതിൻ്റെ നടുക്ക് ലീഫിൻ്റെ മെയിനായിട്ട് ഈ ലാമിനയുടെ സെൻറ്ററിൽ കൂടി പോകുന്നൊരു വെയിൻ കാണാം. അതിനെന്ത് വിളിക്കും? മിഡ്രിബ് എന്ന് വിളിക്കും. അതിന് മുകളിൽ സൈഡിലേക്ക് കുറേ ലാറ്ററൽ വെയിൻസ്, കുറേ വെയിൻസ് കാണാൻ പറ്റും. ആ വെയിൻസ് പിന്നെയും കുറേ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീഫ് ബേസ്, പീറ്റിയോൾ ആൻഡ് ലാമിന എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ലീഫിനുള്ളത്. ആ ലാമിനയുടെ അകത്ത് ലാമിനയിൽ സെൻട്രലിൽ ഒരു മെയിൻ വെയിൻ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് മിഡ്രിബ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസിനെ നമുക്ക് വെയിൻസ് എന്ന് വിളിക്കും. ആ വെയിൻസ് ആർ അഗൈൻ ഡിവൈഡ് ഇൻ ടു വെയിൻലെറ്റ്. വെയിൻസ് പിന്നെയും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയി ഡിവൈഡ് ചെയ്യും. അതിനെ വെയിൻലെറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി ചില ലീഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഫേബേസിയെ പഠിക്കാനുള്ള ഫാമിലിയാണ്. ഫേബേസിയ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള പ്ലാന്റ്സിൻ്റെ ലീഫ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് കുറച്ച് വീർത്തിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ഇതിനെ വിളിക്കുന്നതാണ് പൾവൈനസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ പയറിൻ്റെ അകത്ത്, ഫേബേസിയ ഫാമിലീൻ്റെ അകത്ത് കാണുന്ന പ്ലാന്റ്സിനാണ് സാധാരണയായിട്ട് ഈ ഒരു പൾവൈനസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നത്. അപ്പം അത് അതിൻ്റെ ലീഫിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചില പ്ലാന്റ്സിൻ്റെ ലീഫ് ഉണ്ട്, നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ ലീഫ് ഒന്നായിട്ട് ഇങ്ങനെ അടഞ്ഞു നിൽക്കും. രാവിലെ ആകുമ്പോൾ തുറന്ന് വരിക ചെയ്യും. തൊട്ടാവാടി അതേപോലെ മറ്റു പല പ്ലാന്റ് തൊട്ടാവാടി ടച്ച് ചെയ്യുമ്പോഴേക്കും മൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഈ പൾവൈനസ് ആണ്. ലീഫിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന സ്ട്രക്ചറാണത്. അപ്പോൾ പൾവൈനസ് പറഞ്ഞാൽ അവർക്ക് ഇറ്റ് ഇസ് എ സൊള്ളൻ ലീഫ് ബേസ് ഈസ് കോൾഡ് പൾവൈനസ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സം ഫാമിലി. ഫേബേസിയ പോലുള്ള ചില ഫാമിലി മാത്രം കാണുന്നൊരു ക്യാരക്ടറാണ്. അടുത്ത ലീഫുമായി ബന്ധപ്പെട്ട ടൈമാണ് വിനേഷൻ. വിനേഷൻ മീൻസ് ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഓൺ ലാമിന. ഇവിടെ പറഞ്ഞു ഇവിടെ വെയിൻസ് ഉണ്ട് ലീഫിൻ്റെ മുകളിൽ, ലീഫിൻ്റെ ലാമിനയിൽ വെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ വെയിൻസിൻ്റെയും അതിൻ്റെ ബ്രാഞ്ചസിനെയാണ് വെയിൻലെറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ലീഫിൻ്റെ മുകളിൽ വെയിൻ്റെയും വെയിൻലെറ്റ്സിൻ്റെയും അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് വിനേഷൻ എന്ന് വിളിക്കുന്നു. അത് 2 രീതിയിലുണ്ട്. റെറ്റിക്കുലർ വിനേഷനുണ്ട്, പാരലൽ വിനേഷനുണ്ട്. റെറ്റിക്കുലർ വിനേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രലോട് മെയിൻ വെയിൻ പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ സൈഡിലേക്ക് കുറേ ലാറ്ററൽ വെയിൻസ്, അതിൻ്റെ മുകളിൽ വെയിൻലെറ്റായി കാണുന്നത്. ഇങ്ങനെ റെറ്റിക്കുലേറ്റ് മാകന കെട്ടുപണിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് വെയിൻസും വെയിൻലെറ്റും അറേഞ്ച് ചെയ്ത് കാണുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റെറ്റിക്കുലർ വിനേഷൻ വിളിക്കുന്നു. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ അകത്താണ് ഈ ഒരു റെറ്റിക്കുലർ വിനേഷൻ കാണുന്നത്. അടുത്ത് പാരലൽ വിനേഷനാണ്. പാരലൽ വിനേഷൻ്റെ പ്രത്യേകത ഇതിൻ്റെ സെൻറ്ററിലൂടെ മെയിൻ വെയിനായ മിഡ്രിബ് പോകുന്നുണ്ടായിരിക്കും. ആ മിഡ്രിബിന് പാരലായിട്ടായിരിക്കും ബാക്കിയുള്ള വെയിൻസും വെയിൻലെറ്റൊക്കെ പോകുന്നുണ്ടാവുക. ഇത് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ആർ അറേഞ്ച്ഡ് പാരലൽ ടു ദി മിഡ്രിബ്. മിഡ്രിബിന് പാരലായിട്ടായിരിക്കും വെയിൻസും വെയിൻലെറ്റും അറേഞ്ച് ചെയ്ത് കാണുക. ഇറ്റ് ഈസ് കോൾഡ് പാരലൽ വിനേഷൻ. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് റൂട്ടും ലീഫും നോക്കി തന്നെ ഒരു പ്ലാന്റ് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്ന് പറയാൻ പറ്റും. റൂട്ട് ടാപ്പ് റൂട്ട് ആണെങ്കിൽ ഡൈക്കോട്ടാണ്, ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ മോണോക്കോട്ടാണ്. ലീഫ് അതുപോലെ റെറ്റിക്കുലർ വിനേഷൻ ആണെങ്കിൽ ഡൈക്കോട്ടാണ്, പാരലൽ വിനേഷൻ ആണെങ്കിൽ മോണോക്കോട്ടാണ് മനസ്സിലാക്കാൻ പറ്റും. ഇനി ലീഫ് പ്ലാന്റ്സിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 2 ടൈപ്പ് ലീഫുണ്ട്. ടൈപ്സ് ഓഫ് ലീഫ് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ലീഫുണ്ട്. സിമ്പിൾ ലീഫുണ്ട്, കോമ്പൗണ്ട് ലീഫുണ്ട്. ഇപ്പോൾ നമ്മൾ വിവരിച്ചതാണ് സിമ്പിൾ ലീഫ്, എ ലീഫ് വിത്ത് എ സിംഗിൾ ലാമിന. ഒരു പീറ്റിയോൾ നമ്മൾ ഒറ്റ ലാമിന കാണുന്ന രീതിയിലുള്ള ആ ലീഫിനെ വിളിക്കുന്ന പേരാണെന്ത്? സിമ്പിൾ ലീഫ് എന്ന് വിളിക്കും. എന്നാൽ കോമ്പൗണ്ട് ലീഫ് ആണെങ്കിൽ അവിടെ കുറേ ലാമിനകളൊക്കെ ഉണ്ടായിരിക്കും. മെയിനായിട്ടുള്ള ഈ ലാമിന അത് കുറേ ചെറിയ ചെറിയ ലീഫ്ലെറ്റായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ലീഫ്ലെറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കാണുന്ന അത്തരം ലീഫിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് ലീഫ്. ഹിയർ ദി ലാമിന ഈസ് കട്ട് ഇൻ ടു സെവറൽ ഫ്രാഗ്മെൻറ്റ്സ് ആയി കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറിയ ലാമിനകളായിട്ട് കാണുന്ന അത്തരം ലീഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നിലധികം ലാമിനകൾ ഉണ്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇനി ഇങ്ങനെയുള്ള ഈ കോമ്പൗണ്ട് ലീഫ് തന്നെ 2 രീതിയിലുണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫുണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫുണ്ട്.
ഇത് രണ്ടിന് വ്യത്യാസം പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ കോമ്പൗണ്ട് ലീഫിൻ്റെ അകത്ത് കാണുന്ന ഓരോ ലീഫിനെയും എന്താ വിളിക്കുക, ലീഫ്ലെറ്റ്സ് എന്ന് വിളിക്കുക. ദ ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദി ഐദർ സൈഡ്സ് ഓഫ് ദി ആക്സിസ്. ലീഫിൻ്റെ ഈ മെയിൻ ആക്സിസിൻ്റെ രണ്ട് സൈഡ്സിലായിട്ടാണ് ലീഫ്ലെറ്റ് അറേഞ്ച് ചെയ്ത് കാണുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. നമ്മൾ കറിവേപ്പില, ആര്യവേപ്പിൻ്റെ അകത്തൊക്കെ കാണുന്നത്, പുളീൻ്റെ ലീഫ്, മുരിങ്ങേൻ്റെ ലീഫ്, അതിലൊക്കെ കാണുന്നത് ഈ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി മെയിൻ ആക്സിസ്. ഈ മെയിൻ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് റാച്ചിസ് എന്ന് വിളിക്കുന്നു. ഈ മെയിൻ ആക്സിസിനെ വിളിക്കുന്ന പേരാണെന്ത്, റാച്ചിസ് എന്ന് വിളിക്കും. ആ മെയിൻ ആക്സിസ് റാച്ചിസ് ആണ്. അതിൻ്റെ രണ്ട് സൈഡ്സിലായിട്ടായിരിക്കും ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്ത് കാണുന്നുണ്ടാവുക. അതിന് അടുത്താണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ പീറ്റിയോൾ അല്ലെങ്കിൽ ലീഫ്ലെറ്റ്സിൻ്റെ ടിപ്പിലായിട്ടായിരിക്കും നമ്മുടെ കൈയിൻ്റെ പാം പോലെ ഇവിടെ നിന്ന് കുറേ ബ്രാഞ്ചസ് ആയി വരുന്ന പോലെ. അതേപോലെ ഇവിടെ ഒരു മെയിൻ ആക്സിസ്, മെയിൻ അല്ലെങ്കിൽ പീറ്റിയോൾ എന്ന് വിളിക്കും. പീറ്റിയോളിൻ്റെ ടിപ്പിലായിട്ടാണ് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്ത് കാണുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിൾ സിൽക്ക് കോട്ടൺ. നമ്മുടെ ഉന്നം, കിടക്കയിലൊക്കെ നടക്കുന്ന ഉന്നല്ല, അതാണ് സിൽക്ക് കോട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ലീഫ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ഉണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ഉണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണെങ്കിൽ ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ഐദർ സൈഡ്സ് ഓഫ് ദി റാച്ചിസ് ആയിരിക്കും. ഇവിടെ റാച്ചിസ് അല്ലെങ്കിൽ പീറ്റിയോളിൻ്റെ ടിപ്പിലായിട്ടായിരിക്കും ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്ത് കാണുന്നുണ്ടാവുക. അടുത്തത് ലീഫുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ടൈമാണ് ഫില്ലോടാക്സി. ഫില്ലോടാക്സി മീൻസ് ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീഫ് ഓൺ സ്റ്റെം. സ്റ്റെമ്മിൻ്റെ മുകളിൽ ഉള്ള ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഫില്ലോടാക്സി എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു സ്റ്റെമ്മിൻ്റെ മുകളിൽ നിന്ന് എവിടുന്നാണ് ലീഫ് അറേഞ്ച് ചെയ്യുന്നത്, നോഡിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ നോഡ് ഇപ്പം അൾട്ടർനേറ്റ് ഫില്ലോടാക്സി 3 ടൈപ്പ് ഫില്ലോടാക്സി ഉണ്ട്. അൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ് ഫില്ലോടാക്സി, അങ്ങനെ 3 രീതിയിലുള്ള ഫില്ലോടാക്സി കാണുന്നുണ്ട്. അൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെമ്മാണ്. സ്റ്റെമ്മിൻ്റെ ഈ വരട്ട ഭാഗം നോഡാണ്. ഓരോ നോഡിൽ നിന്നും ഓരോ ലീഫായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഈച്ച് നോഡ് ബിയേഴ്സ് എ സിംഗിൾ ലീഫ് ആൻഡ് ദാറ്റ് ലീവ്സ് ആർ അൾട്ടർനേറ്റ് ഈച്ച്. അതായത് ഈ നോഡിൽ നിന്ന് ഈ സൈഡിലേക്കാണെങ്കിൽ അടുത്ത നോഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇവിടെ ഇങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും ലീഫ് അറേഞ്ച് ചെയ്ത് കാണുന്നുണ്ടാവുക. ദാറ്റ് ഫില്ലോടാക്സി ഈസ് കോൾഡ് അൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഇറ്റ്സ് എക്സാമ്പിൾ ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ, അതിലൊക്കെ കാണുന്നത് ഈ ഒരു അൾട്ടർനേറ്റ് ഫില്ലോടാക്സിയാണ്. അടുത്ത ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. അതിൻ്റെ പ്രത്യേകത സ്റ്റെം ഈച്ച് നോഡ് ബിയേഴ്സ് 2 ലീവ്സ്. ഓരോ നോഡിൽ നിന്നും 2 ലീഫ് ഉണ്ടാകുന്നതായിരിക്കും. ആ 2 ലീഫും ഓപ്പോസിറ്റ് ഈച്ച് അതറായിരിക്കും. ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് ടു ഈച്ച് അതറാണ്. ഇവിടെ അങ്ങനെയല്ല, ഒരു നോഡിൽ നിന്ന് ഒന്നേ ഉള്ളൂ, അത് ഇവിടെ നിന്ന് അടുത്ത നോഡിൽ നിന്ന് ഇങ്ങോട്ടാണ്. ഇവിടെ അങ്ങനെയല്ല, ഈച്ച് നോഡ് ബിയേഴ്സ് 2 leaves. The 2 leaves are opposite to each other ആയിരിക്കും. എക്സാമ്പിൾ കലോട്രോപ്പിസ് ഗോവ. പേരക്കേൻ്റെ അകത്തും കലോട്രോപ്പിസ് ആണ് എരിക്ക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അതിൻ്റെ അകത്തൊക്കെ കാണുന്നത് ഈ ഒരു ഓപ്പോസിറ്റ് ഫില്ലോടാക്സിയാണ്. അടുത്ത വേൾഡ് ഫില്ലോടാക്സി. ഇതിൻ്റെ പ്രത്യേകത ഒരു നോഡിൽ നിന്ന് 2 ലീഫ് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ലീഫ് ആ നോഡിൻ്റെ ചുറ്റും അറേഞ്ച് ചെയ്ത് കാണുന്നു. It is called each node bears more than 2 leaves and that leaves are arranged around the node ആയിരിക്കും. It is called world phyllotaxy. ഇതിന് എക്സാമ്പിളാണ് ആൾസ്റ്റോണിയ. ഇവിടെ 7 പാഴാന്ന് വിളിക്കാം. പേര് വരാൻ കാരണം തന്നെ ഇതാണ്. ഒരു നോഡിൽ നിന്ന് 7 ലീഫ് ഉണ്ടായിരിക്കും. ആ 7 ലീഫ് ആ സ്റ്റെമ്മിന് ചുറ്റും അറേഞ്ച് ചെയ്ത് കാണുന്നു. ദാറ്റ് ഈസ് കോൾഡ് വേൾഡ് ഫില്ലോടാക്സി, ആൾസ്റ്റോണിയ. അതിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ലീഫിൻ്റെ നോർമൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോട്ടോസിന്തസിസ് ആണ് പറഞ്ഞു. എന്നാൽ അതുകൂടാതെ ചില അഡീഷണൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫിൻ്റെ അകത്ത് ചില മോഡിഫിക്കേഷൻസ് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ലീഫിൻ്റെ അകത്ത് കാണുന്ന മോഡിഫിക്കേഷൻസ് നോക്കാം. ഒന്ന്, ഫസ്റ്റ് വൺ ടെൻഡൽ. അതായത് സ്റ്റെമ്മിൻ ടെൻഡൽ പറഞ്ഞാൽ എന്തിനായിരുന്നു, വീക്ക് സ്റ്റെം ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് സ്റ്റെം ഈസ് മോഡിഫൈഡ് ഇൻ ടെൻഡൽ. അതേപോലെ തന്നെയാണ് ഇൻ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ലൈക്ക് പയറിൻ്റെ അകത്തൊക്കെ ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ഗ്രീൻ ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ. ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ഹൈലി കോയിൽഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറായി മോഡിഫൈ ചെയ്യുന്നു. കോയിൽഡ് സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ടെൻഡൽ എന്ന് വിളിക്കും. ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ഹൈലി കോയിൽഡ് സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചർ. ഇറ്റ് ഹാവ് ടു ക്ലൈംബ് ഓൺ ദ സപ്പോർട്ട്. പയറിൻ്റെ അകത്തൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അടുത്തത് സ്പൈൻസ് ആണ്. ഫോർ എക്സാമ്പിൾ കാക്ടസ് ആണ്. കള്ളിച്ചെടീൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ്. അത് 2 പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, പ്രൊട്ടക്ഷൻ, കാരണം അത് മറ്റ് ഗ്രേസിങ് ആനിമൽസ് ഒന്നും അത് പോയി തിന്നില്ല. മറ്റു പ്രത്യേകത, അതിൻ്റെ ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ടു റെഡ്യൂസ് വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷനിലൂടെയുള്ള വാട്ടർ ലോസ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഫ്ലഷി ലീവ്സ്. ഒനിയൻ, ഫുഡ് സ്റ്റോറേജ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ. ഉള്ളിൻ്റെ അകത്ത് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ഭാഗം, നമ്മൾ കറിയിലൊക്കെ അരിഞ്ഞിടുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ലീഫാണ് ശരിക്കും. അത് ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ഫ്ലഷി ലീഫാണ്. അതിൻ്റെ അകത്ത് എന്തിനു വേണ്ട മോഡിഫിക്കേഷൻ, ഫോർ ഫുഡ് സ്റ്റോറേജിന് വേണ്ട മോഡിഫിക്കേഷൻ കാണും. അടുത്ത് ക്ലാൻഡോഫിൽ എന്ന് പറയുന്ന മോഡിഫിക്കേഷനാണ്. ഇപ്പോൾ അക്കേഷ്യ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ അക്കേഷ്യ അല്ലെങ്കിൽ അക്കേഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയി കാണുന്ന പ്ലാന്റാണ്. ഏത് ഡ്രൈ കണ്ടീഷൻ വളരാൻ പറ്റും.
ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ നമുക്കിപ്പം സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂളുകളിലും വീടുകളിലൊക്കെ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്ന എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അപ്പോൾ അതായത് ഇപ്പം തുടങ്ങിയാൽ കുറേ കാലങ്ങളായി തുടങ്ങിയ കാര്യമാണ്. ഇപ്പോൾ ഒരു കാലത്ത് ഈ അക്കേഷ്യ പ്ലാന്റ് ആയിരുന്നു വളരെ വ്യാപകമായിട്ട് ഇങ്ങനെ വിതരണം ചെയ്തിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത, അതായത് നമ്മൾ ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വഴിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക, തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അത് അവിടെ ഉണ്ടായിക്കോളും. കാരണം ഈ പ്ലാന്റിന് വാട്ടർ ലോസ് പരമാവധി കുറവായിരിക്കും. കാരണം ലീഫ് ഉണ്ടെങ്കിലാണ്, ലീഫിൻ്റെ അകത്താണ് സ്റ്റൊമാറ്റോ ഉള്ളത്. സ്റ്റൊമാറ്റോയിലൂടെ ട്രാൻസ്പിറേഷൻ നടന്ന് വാട്ടർ ലോസ് ഉണ്ടാകും. എന്നാൽ ഈ ഓസ്ട്രേലിയൻ അക്കേഷ്യൻ്റെ അകത്ത് ലീഫില്ല. പക്ഷേ നമ്മൾ പ്ലാന്റ് നോക്കുമ്പോൾ ലീഫ് പോലെ ഒരു സാധനം കാണാം. അപ്പോൾ അക്കേഷ്യൻ്റെ ലീഫാണ് നമ്മൾ കരുതുന്ന സാധനം. ശരിക്കും അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പീറ്റിയോട് വന്ന് തൊട്ടവാടിൻ ലീഫ് പോലെ ചെറിയ അങ്ങനത്തെ ലീഫ് ഉണ്ടാവുക. പക്ഷേ ഈ ലീഫ് പിന്നേറ്റീവ് കോമ്പൗണ്ട് ലീഫാണ്. ഈ പിന്നേറ്റീവ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഈ ലീഫ് കുറച്ച് കഴിയുമ്പോൾ 1-2 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങ് ഡ്രൈ ആയി പോകും. അതിനുശേഷം അതിന് പീറ്റിയോ ഉണ്ടല്ലോ, ഈ മെയിൻ ആക്സിസ്, ലീഫിൻ്റെ ആക്സിസ്, ഇറ്റ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ഗ്രീൻ ഫ്ലാറ്റൻ സ്ട്രക്ചർ. നമ്മൾ അക്കേഷ്യ നോക്കിയാൽ ഇങ്ങനെ ഗ്രീൻ ഫ്ലാറ്റൻഡ് ആയ ഒരു ലീഫാകാണ്. ശരിക്കും ലീഫല്ല, ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലാഡോഫിൽ എന്ന് വിളിക്കുന്നത്. ക്ലാഡോഫിൽ കാണുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾ അവർക്ക് അക്കേഷ്യ, ഇറ്റ് ഈസ് ടു റെഡ്യൂസ് വാട്ടർ ലോസ്. അപ്പോൾ പ്ലാന്റിന് കാരണം ഈ ലീഫ് ഈ ഭാഗം ഉണ്ടല്ലോ, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് അങ്ങ് പോയതോടുകൂടി ലീഫിൻ്റെ മുകളിൽ സ്റ്റൊമാറ്റ് ഉണ്ടാവും, ആ ഭാഗം പോയി. അപ്പോൾ അവിടെ വാട്ടർ ലോസ് തീരെ ഉണ്ടാവില്ല. മാത്രമല്ല ഇതിൻ്റെ വേര് പെട്ടെന്ന് വളർന്ന് താഴേക്ക് ഇറങ്ങി വാട്ടർ ടേബിൾ, നമ്മുടെ കിണറിലൊക്കെ കിട്ടുന്ന വെള്ളം, വാട്ടർ ടേബിളിലുള്ള വെള്ള കിണറിലൊക്കെ കിട്ടുന്നത്, ആ വാട്ടർ ടേബിൾ വരെ റൂട്ടിന് പെട്ടെന്ന് വളർന്നെത്താൻ കഴിയും. സോ ഏത് ഡ്രൈ കണ്ടീഷനിൽ ഇതിൽ വളരാൻ പറ്റും. അതാണ് ക്ലാഡോഫിൽ എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ. എക്സാമ്പിൾ അക്കേഷ്യ. അടുത്ത പിച്ചർ എന്ന് പറഞ്ഞാൽ പിച്ചർ ഈസ് എ ലീഫ് മോഡിഫിക്കേഷൻ ഫൗണ്ട് ഇൻ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ലൈക്ക് എക്സാമ്പിൾ നെപ്പന്തസ് ആണ്. ഇപ്പോൾ നെപ്പന്തസ് എന്ന പ്ലാന്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെം ആണെങ്കിൽ സ്റ്റെമ്മിൻ്റെ മുകളിൽ നോർമൽ ലീഫുകൾ ഉണ്ടായിരിക്കും. ഈ ലീഫിൻ്റെ ടിപ്പിലായിട്ട് ഇങ്ങനെയുള്ള ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ട സ്പെഷ്യൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് പിച്ചർ. ഇതിനെയാണ് പിച്ചർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സാധാ ലീഫായിരിക്കും, ഈ ലീഫിൻ്റെ ടിപ്പിലാണ് ഈ ഒരു സ്ട്രക്ചർ മോഡിഫൈ ചെയ്യുന്നുണ്ടാവുക. അതിനെ പിച്ചർ എന്ന് വിളിക്കുന്നു. ഈ പിച്ചർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുന്നത്. ഇൻസെക്റ്റിൻ്റെ അകത്ത് വീണ് ചത്ത് കഴിഞ്ഞാൽ ന്യൂട്രൻസ് ലീഫ് വഴി അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സ് യൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിച്ചർ പ്ലാൻ. അപ്പോൾ ഇതൊക്കെയാണ് ലീഫിൻ്റെ മോഡിഫിക്കേഷൻസ്. ടെൻഡൽ ഫോർ സപ്പോർട്ട്, സ്പൈൻസ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ടു റെഡ്യൂസ് വാട്ടർ ലോസ് ബൈ ട്രാൻസ്പിറേഷൻ, ഫ്ലഷി ലീഫ്, ഒനിയനും ഗാർലിക്, വെളുത്തുള്ളിയിലും അല്ലാണ്ട് സവാളേനകത്ത് കാണും. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് സ്റ്റോറേജ് ആണ്. ഇതിന് ക്ലാഡോഫിൽ ടു റെഡ്യൂസ് വാട്ടർ ലോസ് ആണ്. എക്സാമ്പിൾ അക്കേഷ്യ. പിച്ചർ പ്ലാന്റ്, അവിടെ ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രക്ചർ ഉണ്ടാകുന്നു. എക്സാമ്പിളാണ് നെപ്പന്തസ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ലീഫുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് ഫ്ലവറുമായി ബന്ധപ്പെട്ട അടുത്ത ടൈമാണ് ഇൻഫ്ലോറസൻസ്. ഇൻഫ്ലോറസൻസ് മീൻസ് ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഒരു ഫ്ലവറിൻ്റെ അതിൻ്റെ ആക്സിസിലുള്ള അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലോറസൻസ് പറയുന്നത്. ഇപ്പോൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെ അകത്തും ഇൻഫ്ലോറസൻസ് ഉണ്ടായിക്കോളുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെമ്പരത്തിയിൽ നോക്കുകയാണ്, ഇൻഫ്ലോറസൻസ് ഇല്ല. അവിടെ ഫ്ലവേഴ്സ് സോളിറ്ററി, ഓരോരോ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു കണിക്കൊന്ന അല്ലെങ്കിൽ മാവിൻ്റെ ഫ്ലവർ, അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സ് കൊലയായിട്ടേ കാണുന്നുണ്ടാവും. ഫ്ലവേഴ്സ് അങ്ങനെ ഗ്രൂപ്പായിട്ട് കൊലയായിട്ട് കാണുന്ന ആ ഒരു മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ത് വിളിക്കുന്നത്, ഇൻഫ്ലോറസൻസ് വിളിക്കുന്നത്. പ്രധാനമായിട്ട് 2 രീതിയിൽ ഇൻഫ്ലോറസൻസ് ആണ്. റെസിമോസ് ഇൻഫ്ലോറസൻസും ഉണ്ട്, സൈമോസ് ഇൻഫ്ലോറസൻസും ഉണ്ട്. റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ അക്രോപെറ്റൽ സക്സഷൻ എന്ന് വിളിക്കുന്നു. ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അക്രോപെറ്റൽ സക്സഷൻ എന്ന് വിളിക്കുന്നു. എന്താണ് അക്രോപെറ്റൽ സക്സഷൻ മീൻസ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യങ് ഫ്ലവേഴ്സ് ഏറ്റവും ടോപ്പിലേക്കും ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലേക്കുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. യങ് ഫ്ലവേഴ്സ് ടുവേഴ്സ് ടിപ്പ് ആൻഡ് ഓൾഡർ ഫ്ലവേഴ്സ് ടുവേഴ്സ് ബേസ്. ദാറ്റ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് അക്രോപെറ്റൽ സക്സഷൻ. അതിന് എക്സാമ്പിളാണ് കേഷ്യ, കണിക്കൊന്നേൻ്റെ അകത്ത് കാണുന്നതാണ്. മാഞ്ചിഫറ, മാവിൻ്റെ അകത്ത് കാണുന്നതാണ്. അവിടെയൊക്കെ ഈ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹിയർ ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ബേസിപെറ്റൽ സക്സഷൻ എന്നാണ് വിളിക്കുന്നത്. ബേസിപെറ്റൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഓൾഡർ ഫ്ലവേഴ്സ് ടുവേഴ്സ് ടിപ്പ് ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ടുവേഴ്സ് ബേസ്. അതായത് ഇവിടെ മെയിൻ ആക്സിസിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ട് ആദ്യം ഫ്ലവർ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്രാഞ്ച് ഉണ്ടായിട്ട് ഇവിടെ അടുത്ത ഫ്ലവർ വരും, ഇവിടെ വന്ന് അടുത്ത ഫ്ലവർ. ഇതിൻ്റെ മുകളിലും ഈ ബ്രാഞ്ചിൻ്റെ ഏറ്റവും ടിപ്പിലാണെങ്കിൽ ഫ്ലവർ വന്ന് അടുത്ത ഫ്ലവർ ഇതിൻ്റെ സൈഡിലേക്ക് ബ്രാഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണ്, ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലേക്കാണ്, യങ് ഫ്ലവേഴ്സ് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ മുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇൻഫ്ലോറസൻസിൻ്റെ ആക്സിസിനെ വിളിക്കുക പിഡങ്കിൾ എന്നാണ് വിളിക്കുക.
ദ പിഡങ്കിൾ ഈസ് കണ്ടിന്യൂസ്ലി ഗ്രോയിങ് ആയിരിക്കും റെസിമോസിൻ്റെ അകത്ത്. സൈമോസ് ആണെന്ന് വെച്ചാൽ പിഡങ്കിളിൻ്റെ ഗ്രോത്ത് ഈസ് അറസ്റ്റഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് എ ഫ്ലവർ. അവിടെ ഫ്ലവർ ഉണ്ടാകുന്നതോടുകൂടി ആ പിഡങ്കിളിൻ്റെ ഗ്രോത്ത് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് പോകും. അതിനുശേഷം സൈഡിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ ഫ്ലവേഴ്സ് ആർ അറേഞ്ച് ഇൻ അക്രോപെറ്റൽ സക്സഷൻ. സൈമോസ് ആണെങ്കിൽ ഫ്ലവേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ ബേസിപെറ്റൽ സക്സഷൻ. ബേസിപെറ്റൽ എന്ന് പറഞ്ഞാൽ ഓർക്കുക, യങ് ഫ്ലവേഴ്സ് ബേസിലേക്കും ഓൾഡർ ഫ്ലവേഴ്സ് ടിപ്പിലായിരിക്കും ബേസിപെറ്റൽ. അക്രോപെറ്റൽ ആണെങ്കിൽ യങ് ഫ്ലവേഴ്സ് ടിപ്പിലേക്കും ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലേക്കുമാണ്. അതിന് റെസിമോസിന് എക്സാമ്പിൾ കേഷ്യയാണ്, സൈമോസിന് എക്സാമ്പിൾ ജാസ്മിനാണ്. ഇനി നമുക്കൊരു ഫ്ലവറിൻ്റെ ക്യാരക്ടർ നോക്കാം. ഫ്ലവർ നമുക്കറിയാം എവിടെ നിന്ന് അറൈസ് ചെയ്യുന്നത്? സ്റ്റെമ്മിൻ്റെ മുകളിലുള്ള നോഡൽ റീജിയൻ, നോഡിൽ നിന്നാണ് ഫ്ലവേഴ്സ് അറൈസ് ചെയ്യുന്നത്. ഓരോ ഫ്ലവറിനും ഒരു ആക്സിസ് ഉണ്ടായിരിക്കും, ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് പെഡിസൽ എന്ന് വിളിക്കും. പെഡിസലിൻ്റെ ഒരു ഭാഗം സ്റ്റെമ്മും അറ്റാച്ച്ഡ് ആയിരിക്കും. അതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് സോളൻ റീജിയൻ കോൾഡ് തലാമസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെ തണ്ടിന് വിളിക്കുന്ന പേരാണ് പെഡിസൽ എന്ന് വിളിക്കുന്നു. Pedicel is attached, one side of the pedicel is attached to stem ആണ്. Another portion there is a solen structure, it is called thalamus എന്ന് വിളിക്കുന്നു. ഈ തലാമസിൻ്റെ അകത്താണ് ഫ്ലവറിൻ്റെ പാർട്സ് ആയ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഇവിടെയാണ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, സ്റ്റെയ്മൻ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഫ്ലവർ ഉണ്ടാകുന്നത് ഇവിടെയാണ്. അപ്പോൾ തലാമസിൽ ഫ്ലവറിൻ്റെ പാർട്സ് നമുക്കറിയാം, കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം, ഇങ്ങനെ 4 ഫ്ലോറൽ വേൾസ് കാണുന്നുണ്ട്. ഈ ഫ്ലോറൽ വേൾസ് എല്ലാം അറേഞ്ച് ഓൺ ദിസ് തലാമസ് ആയിരിക്കും. എന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു ഫ്ലവർ ഫോം ചെയ്യുന്നത്. ഇനി ബേസ്ഡ് ഓൺ സിമെട്രി ഫ്ലവേഴ്സിനെ നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാം. എന്താ സിമെട്രി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏത് രീതിയിൽ അതിൻ്റെ കട്ട് ചെയ്യാന്നുള്ളതൊക്കെ അനുസരിച്ചാണ് സിമെട്രി നിർമ്മിക്കുന്നത്. ഇവിടെ 3 രീതിയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ബേസ്ഡ് ഓൺ ദിസ് സിമെട്രി അനുസരിച്ച്. ഒന്നാണ് ആക്റ്റിനോമോർഫിക് ഫ്ലവർ, ആക്റ്റിനോമോർഫിക് ഫ്ലവേഴ്സ് വരുന്നു. രണ്ടാമത് സൈഗോമോർഫിക് ഫ്ലവേഴ്സാണ്. മൂന്നാമത്തതാണ് അസിമെട്രിക് ഫ്ലവേഴ്സ്. ആക്റ്റിനോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്തരം ഫ്ലവേഴ്സിനെ നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ് കിട്ടും. സച്ച് ഫ്ലവേഴ്സ് ക്യാൻ ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ത്രൂ എനി പ്ലെയിൻ പാസിങ് ത്രൂ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റിനോമോർഫിക് ഫ്ലവേഴ്സ്. അതിന് എക്സാമ്പിളാണ് മസ്റ്റാർഡ്, ഡെറ്റ്യൂറ. മസ്റ്റാർഡും ഡെറ്റ്യൂറയും അതിന് എക്സാമ്പിളാണ്, ഓർത്തിക്കണം. ആക്റ്റിനോമോർഫിക് ഫ്ലവേഴ്സിന് എക്സാമ്പിൾ മസ്റ്റാർഡ്, ഡെറ്റ്യൂറ. അത് സൈഗോമോർഫിക് ഫ്ലവേഴ്സ്. ഇത്തരം ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത അതിന് ഒരൊറ്റ പ്ലെയിൻ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒറ്റ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് സച്ച് ഫ്ലവേഴ്സ് ക്യാൻ ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ത്രൂ എ സിംഗിൾ പ്ലെയിൻ പാസിങ് ത്രൂ സെൻറ്റർ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രം 2 ഈക്വൽ ഹാഫ് ആകുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? സൈഗോമോർഫിക് ഫ്ലവേഴ്സ് വിളിക്കുന്നത്. ദെൻ മൂന്നാമത്തതാണ് അസിമെട്രിക് ഫ്ലവേഴ്സ്. ഇത്തരം ഫ്ലവേഴ്സിന് ഒരിക്കലും നമുക്ക് സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് 2 ഈക്വൽ ഹാഫാക്കി മാറ്റാൻ പറ്റില്ല. അതിന് എക്സാമ്പിളാണ് കെന്ന. കെന്ന എന്ന് പറഞ്ഞാൽ ഇതാണ് എന്താ ഉദ്ദേശിക്കുക? കെന്ന മീൻസ് തോട്ടവാഴ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അത്തരം ഫ്ലവേഴ്സിനെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്ത് ഒരിക്കലും നമുക്കതിനെ 2 ഈക്വൽ ഹാഫാക്കി മാറ്റാൻ പറ്റില്ല. ദാറ്റ് ഈസ് അസിമെട്രിക് ഫ്ലവേഴ്സ്. ദെൻ അടുത്തത് ഫ്ലവറിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദി ഫ്ലോറൽ അപ്പൻഡേജസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലവറിൻ്റെ അകത്ത് 4 ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. അവിടെ ഇപ്പം ഫ്ലവറിൻ്റെ അകത്ത് കാലിക്സിൻ്റെ നമ്പർ കാലിക്സ്, ആൻഡ്രീഷ്യം, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഈ അപ്പൻഡേജസ് ഒക്കെ 3ന്റെ മൾട്ടിപ്പിളോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ കാലിക്സ് 3 എണ്ണം, കൊറോള 3 എണ്ണം, അല്ലെങ്കിൽ സ്റ്റെയ്മൻ 6 എണ്ണം, ഏതോ 3 അല്ലെങ്കിൽ ഒന്നുകിൽ എല്ലാ അപ്പൻഡേജസും 3 ആവാം, അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണോ കാണുന്നതെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെ ട്രൈമീറസ് എന്ന് വിളിക്കും. ഫ്ലോറൽ അപ്പൻഡേജസ് ആർ 4 ഓർ ഇസ് മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനെ ടെട്രാമിയറസ് എന്ന് വിളിക്കും. അതല്ല ഇനി ഓരോ ഫ്ലോറൽ അപ്പൻഡേജസും 5ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ അതിനെ വിളിക്കും പെൻഡാമിയറസ് എന്ന് വിളിക്കും. അങ്ങനെ ഫ്ലവേഴ്സിനെ അതിൻ്റെ ഫ്ലോറൽ അപ്പൻഡേജസിൻ്റെ നമ്പർ അനുസരിച്ച് നമുക്കിങ്ങനെ ട്രൈമിയറസ്, ടെട്രാമിയറസ്, പെൻഡാമിയറസ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ചെമ്പേരിച്ചൊക്കെ പെൻഡാമിയറസ് ഫ്ലവേഴ്സാണ്. അവിടെ നോക്കിയാൽ കാലിക്സ് 5 ഉണ്ടായിരിക്കും, കൊറോള 5 ഉണ്ടായിരിക്കും, സ്റ്റെയ്മൻ 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവും. 5 കൂടുതലുണ്ടായിരിക്കും, മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. ദെൻ അതിൻ്റെ ഗൈനീഷ്യം നോക്കുകയാണെങ്കിൽ കാർപ്പൽസും 5 ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അതാണ് ട്രൈമിയറസ്, ടെട്രാമിയറസ്, പെൻഡാമിയറസ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. അടുത്തത് ഫ്ലവറിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ഓവറി വിത്ത് റെസ്പെക്ട് ടു കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം. ഒരു ഫ്ലവേഴ്സിൻ്റെ അകത്ത് കാലിക്സിൻ്റെയും കൊറോളൻ്റെയും ആൻഡ്രീഷ്യത്തിൻ്റെയും പൊസിഷൻ
ഓവറിയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവറി എവിടെയാണ്, ഈ കാലിക്സുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓവറിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഫ്ലവേഴ്സ് നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഒന്നാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത ഇതാണ് ഓവറി ഏറ്റവും ടോപ്പിലായിരിക്കും, അതിൻ്റെ താഴെ നിന്നായിരിക്കും, അതിൻ്റെ താഴെ നിന്നാണ് ഈ റെഡിൽ വരച്ചാണ് സ്റ്റേമൻ, ബ്ലാക്കിൽ വരച്ച് കൊറോള, ഗ്രീനിൽ വരച്ച് കാലിക്സ്. അപ്പോൾ ഏറ്റവും മുകളിൽ ഓവറി, അതിൻ്റെ താഴെ നിന്നായിരിക്കും ബാക്കി എല്ലാ അപ്പൻഡേജസും എറൈസ് ചെയ്യുന്നുണ്ടാവുക. ഇത്തരം ഫ്ലവേഴ്സിനെയാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുന്നത്. സച്ച് ഫ്ലവേഴ്സ് all the floral appendages are erased from the base of ഓവറി ഏറ്റവും സുപ്പീരിയർ പൊസിഷനിൽ, അതിൻ്റെ താഴെ നിന്നായിരിക്കും ബാക്കി എല്ലാ ഫ്ലോറൽ അപ്പൻഡേജസും എറൈസ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. എക്സാമ്പിൾ മസ്റ്റാർഡ്, ചൈന റോസ്, ബ്രിഞ്ചാൾ. ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ പെരിഗൈനസ് ഫ്ലവർ. ഈ ഫ്ലവർ നോക്കുന്ന സമയത്ത് ഓവറി ഇവിടെ വരുന്നു, ഓവറിൻ്റെ താഴേന്ന്, ഇവിടെ ഓവറിന് താഴേന്ന് സ്റ്റേമനാണ് വന്നത്, ഇവിടെ ഓവറിന് താഴേന്ന് എറൈസ് ചെയ്യുന്നത് കൊറോളയാണ്, പെറ്റലായിരിക്കും. ഈ കൊറോളേൻ്റെ മുകളിൽ നിന്നായിരിക്കും സ്റ്റേമൻസ് എറൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേമൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ ഓവറിനേക്കാളും മുകളിലാണ്. അത് ഓവറിൻ്റെ മുകളിലാണ് സ്റ്റേമൻ, ബാക്കി രണ്ട് കൊറോളയും കാലിക്സും ഓവറിൻ്റെ താഴെ നിന്നാണ്. അപ്പോൾ സ്റ്റേമൻ ഏറ്റവും മുകളിൽ, അതിനുശേഷം ഓവറി, അതിനുശേഷം കൊറോള, അതിനുശേഷം കാലിക്സ്. സ്റ്റേമൻ ആദ്യം, അത് കഴിഞ്ഞിട്ട് ഓവറി, അത് കഴിഞ്ഞിട്ട് കൊറോള, അത് കഴിഞ്ഞ് കാലിക്സ്. അപ്പോൾ ഓവറിൻ്റെ പൊസിഷൻ അവിടെ ഏകദേശം നടുക്കായിട്ടാണ് വരുന്നത്. അത്തരം ഫ്ലവറിനെ വിളിക്കുന്നത് പെരിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കും. സച്ച് ഫ്ലവേഴ്സ് പൊസിഷൻ ഓഫ് ഓവർ ഈസ് ഹാഫ് ഇൻഫീരിയർ എന്ന് വിളിക്കും, പകുതി ഒരു താഴേക്കായി വരുന്ന രീതിയിലാണ് കാണുന്നുണ്ടാവുക. അത്തരം ഫ്ലവേഴ്സിനാണ് പെരിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിളാണ് പ്ലം, റോസ്, പീച്ച്. പ്ലമ്മിലും റോസിലും പീച്ചിലും ഒക്കെ ആ രീതിയിലുള്ള ഫ്ലവേഴ്സാണ് കാണുന്നത്. അടുത്ത് എപ്പിഗൈനസ് ഫ്ലവർ. ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത ഓവർ ഏറ്റവും താഴെയായിരിക്കും, ബാക്കി എല്ലാ ഫ്ലോറൽ അപ്പൻഡേജസും അതിൻ്റെ മുകളിൽ നിന്നാണ് വരുന്നുണ്ടാവുക. ഓവർ ഏറ്റവും താഴെ, അതിൻ്റെ മുകളിലായിട്ട് കാലിക്സ്, അതിൻ്റെ മുകളിൽ കൊറോള, അതിൻ്റെ മുകളിൽ സ്റ്റേമൻ. ഈ രീതിയിലുള്ള ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എപ്പിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുന്നു. ഒരു എക്സാമ്പിൾ ഗുവ, കുക്കുംബർ, സൺഫ്ലവർ ഒക്കെ അതാണ്. ഓവർ ഏറ്റവും താഴെ, അതിൻ്റെ മുകളിൽ നിന്നായിരിക്കും കാലിക്സും കൊറോള, ആൻഡ്രീഷൊക്കെ വരുന്നുണ്ടാവുക. ഇറ്റ്സ് കോൾഡ് എപ്പിഗൈനസ് ഫ്ലവർ. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം അതേപോലെ എക്സാമ്പിൾസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കണത്. അടുത്തായിട്ട് നമുക്ക് പാർട്സ് ഓഫ് എ ഫ്ലവർ ഇതൊക്കെ നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ഫ്ലവറിൻ്റെ പാർട്സ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ഫ്ലവേഴ്സിൻ്റെ അകത്ത് കാണുന്നത്. അത് നമുക്ക് ആദ്യം കാലിക്സ് നോക്കാം. കാലിക്സ് ഈസ് ദി ഔട്ടർമോസ്റ്റ് വേൾ ഓഫ് എ ഫ്ലവർ. യൂഷ്വലി ഇറ്റ് ഈസ് ഗ്രീൻ കളേർഡ് ആയിരിക്കും. ഇറ്റ്സ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഈസ് കോൾഡ് സെപ്പൽ. സെപ്പൽസ് മേ ബി ഫ്യൂസ്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഗാമോസെപ്പാലസ്. സെപ്പൽസ് ഫ്രീ ആവാം, ഇറ്റ് ഈസ് കോൾഡ് പോളിസെപ്പാലസ് കണ്ടീഷൻ വിളിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് ഈസ് കൊറോള. കൊറോള ഈസ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഈസ് കോൾഡ് പെറ്റൽ. പെറ്റൽസും അതുപോലെ തന്നെ ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ ഗാമോപെറ്റാലസ് എന്നും, ഫ്രീ ആണെങ്കിൽ എന്ത് വിളിക്കും, പോളി പെറ്റാലസ് കണ്ടീഷൻ വിളിക്കുന്നു. ഇതിന് ഈ സെപ്പലും പെറ്റലുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ടൈമാണ് ഏസ്റ്റിവേഷൻ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽ ഓർ പെറ്റൽ ഇൻ എ ഫ്ലവർ ബഡ്. ഒരു ഫ്ലവർ ബഡിൻ്റെ അകത്തുള്ള സെപ്പലിൻ്റെയും പെറ്റലിൻ്റെയും അറേഞ്ച്മെൻറ്റ് പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഏസ്റ്റിവേഷൻ എന്ന് വിളിക്കുന്നത്. 4 ടൈപ്പ് ഏസ്റ്റിവേഷൻ ഉണ്ട്: വാൽവേറ്റ്, ഇംബ്രിക്കേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി ഈസ്റ്റിവേഷൻ ഉണ്ട്. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിപ്പോൾ ഇതൊക്കെ സെപ്പലാണ് കരുതുക. ഒരു സെപ്പൽ അടുത്ത മുകളിലേക്ക് കയറുകയോ ഓവർലാപ്പ് ചെയ്യുകയോ ചെയ്യാതെ എൻഡ് ടു എൻഡ് അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കും. ഒന്ന് തീരുന്നിടത്ത് അടുത്ത് തുടങ്ങുന്നു. ഈ രീതിയിലുള്ള എൻഡ് ടു എൻഡ് അറേഞ്ച്മെൻറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. ഇതിന് എക്സാമ്പിളാണ് കലോട്രോപ്പിസ്. ദെൻ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെപ്പ് അല്ലെങ്കിൽ പെറ്റലാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മറ്റൊന്നിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കും, ഒരു എൻ്റെ അടുത്തതിൻ്റെ മുകളിലേക്ക് കയറി. ഈ രീതിയിലുള്ള ഒരു ട്വിസ്റ്റഡ് മാനറിലാണ് കാണുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ വിളിക്കുന്നു. ഇനി ഇംബ്രിക്കേറ്റ് ആണെങ്കിൽ ഇവിടെ ട്വിസ്റ്റഡ് പോലെ തന്നെ ആയിരിക്കും, പക്ഷേ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു ഇതിൽ കാണിക്കാതെ എങ്ങനെയാണെന്നുള്ളത്, ഒരു വേള് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലായിരിക്കും, ഒരു വേള് കംപ്ലീറ്റ് ആയിട്ട് പുറത്തുമായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ഈ ഇതാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡും ഉള്ളിൽ, ഈ സൈഡും ഉള്ളിൽ, ഈ ഇതിൻ്റെ ഇതൊന്നിൻ്റെ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ റെഡിൽ മാർക്ക് ചെയ്ത സെപ്പല്ലെങ്കിൽ പെറ്റലിനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ റെഡിൽ മാർക്ക് ചെയ്തതിൻ്റെ 2 സൈഡും ഉള്ളിലാണ്, ഇതിൻ്റെ 2 സൈഡും പുറത്താണ്. ബാക്കിയുള്ളത് ട്വിസ്റ്റഡുമായി കാണുകയാണെങ്കിൽ ഈ ഈസ്റ്റിവേഷനെയാണ് എന്ത് വിളിക്കുന്നത്, ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ വിളിക്കുന്നത്. ഇപ്പം വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ കലോട്രോപ്പിസ് ആണ്. ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ ഡെത്തോ കാണുന്നത് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷനാണ്. ഇംബ്രിക്കേറ്റിന് എക്സാമ്പിളാണ് കേഷ്യ, ഗുൽമോഹർ. അപ്പോൾ വൺ വേൾ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, വൺ വേൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആൻഡ് റിമൈനിങ് അതേഴ്സ് ആർ ഇൻ എ ട്വിസ്റ്റഡ് മാനർ ആൻഡ് ഇറ്റ് ഈസ് ഇംബ്രിക്കേറ്റ് എന്ന് വിളിക്കുന്നു.
മൂന്നാമത്താണ് വെക്സിലറി എസ്റ്റിവേഷൻ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ പി ആൻഡ് ബീൻസ്. അത് ഫാബേസി എന്ന് പറയുന്ന ഫാമിലിൻ്റെ ഒരു യുണീക്ക് ക്യാരക്ടറാണ് ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3 ടൈപ്പ് പെറ്റൽസ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, ഒരു വലിയ സ്റ്റാൻഡേർഡ് പെറ്റലിലായിരിക്കും. ഇത് 2 ഭാഗവും പുറത്തായിരിക്കും. 2 വിങ്സ് പെറ്റൽ, ഇതിനെ വിളിക്കും വിങ്സ് പെറ്റൽ എന്ന് വിളിക്കും. അതിൻ്റെ ഒരു ഭാഗം ഉള്ളിൽ, ഒരു ഭാഗം പുറത്ത്, ഒരു ഭാഗം ഉള്ളിൽ, ഒരു ഭാഗം പുറത്ത്, ആ രീതിയിലായിരിക്കും. 2 കീൽ പെറ്റൽ, 2 കീൽ പെറ്റൽസ് അത് ഫ്യൂസ്ഡ് ആയിരിക്കും. ഈ ഒരു എസ്റ്റിവേഷനെ വിളിക്കുന്ന പേരാണെന്ത്? വെക്സിലറി എസ്റ്റിവേഷൻ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എസ്റ്റിവേഷൻ 4 രീതിയിലുണ്ട്. വാൽവേറ്റ്, ടെസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി എസ്റ്റിവേഷൻ. ഇങ്ങനെ 4 ടൈപ്പ് എസ്റ്റിവേഷനാണ് ഇവിടെ കാണുന്നത്. ഇനി ഇത് സെപ്പലും പെറ്റലുമായി ബന്ധപ്പെട്ട ടേമാണ്. അടുത്തത് ആൻഡ്രീഷ്യാണ്. ആൻഡ്രീഷ്യ നമുക്കറിയാം, ഇറ്റ്സ് എ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ ആണ്. ഇറ്റ് ഇസ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഈസ് കോൾഡ് സ്റ്റേമൻ. എ സ്റ്റേമൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിലമെൻറ്റ് ആൻഡ് എൻ ആന്തർ. ഈ ആന്തറിൻ്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ചില സ്റ്റേമൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെറും ഫിലമെൻറ്റിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, എന്തുണ്ടായിരിക്കില്ല, തലക്കിൽ എൻ്റെ ടിപ്പിലായിട്ട് ആന്തർ ഉണ്ടായിരിക്കില്ല. അത്തരം സ്റ്റേമിൻ്റെ അകത്ത് പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അതേ കോൾഡ് സ്റ്റെറൈൽ സ്റ്റേമൻ. അങ്ങനെയുള്ള സ്റ്റെറൈൽ സ്റ്റേമിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാമിനോഡ് എന്ന് വിളിക്കുന്നത്. അത് ഫാബേസിയൻ്റെ അകത്തൊക്കെ കാണുന്നുണ്ട്, സ്റ്റാമിനോഡ് എന്ന് പറയുന്ന ഫീച്ചർ കാണുന്നുണ്ട്. ദെൻ ചില കേസിൽ ഈ സാധാരണ സ്റ്റേമൻസ് എറൈസ് ചെയ്യുന്നത് ഓവറീൻ്റെ താഴെ നിന്നായിരിക്കും സ്റ്റേമൻസ് എറൈസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ചില ഫ്ലവേഴ്സിൻ്റെ അകത്ത് ദ സ്റ്റേമൻസ് ആർ എറൈസസ് ഫ്രം പെറ്റൽസ്, ഓർ നമുക്കിങ്ങനെ പറയാം സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ടു ദി പെറ്റൽസ് എന്നും വിളിക്കാം. അങ്ങനെ സ്റ്റേമൻസ് പെറ്റലുമായി അറ്റാച്ച്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എപ്പി പെറ്റാലസ് എന്ന് വിളിക്കും. ഇനി ചില കേസിൽ എപ്പിഫിലസ് എന്ന് പറയുന്ന ടേമുണ്ട്. ഇത് പെറ്റലാണെങ്കിലാണ്. എന്നാൽ ചില ഫ്ലവേഴ്സിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെപ്പലോ പെറ്റലിനോ പകരം അവിടെ മറ്റൊരു ടേമാണ് ഉപയോഗിക്കുക. പെരിയാന്ത് എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ തെങ്ങിൻ്റെയൊക്കെ ഫ്ലവർ നോക്കുകയാണെങ്കിൽ അവിടെ സെപ്പൽ ആണോ പെറ്റലാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കേസ് ഉണ്ടായിരിക്കും. അത് ഫ്ലവേഴ്സിൻ്റെ അകത്ത് 4 വേൾ, ഏറ്റവും ആദ്യം കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അതിൽ ചില ഫ്ലവേഴ്സിൻ്റെ അകത്ത് കാലിക്സും കൊറോളയ്ക്കും പകരം ഒരൊറ്റ വേള ഉണ്ടായിരിക്കുള്ളൂ. 2 വേളുണ്ടെങ്കിൽ പുറത്തുള്ളതിനെ കാലിക്സും അകത്തുള്ളതിനെ കൊറോള എന്ന് വിളിക്കാം. പക്ഷേ ആകെ ഒറ്റ വേളയുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാണ്. അതിനെ കാലിക്സ് എന്ന് വിളിക്കുമോ കൊറോള എന്ന് വിളിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒറ്റ വേളയുള്ളൂ എങ്കിൽ അത്തരം കേസിൽ അതിന് പകരം വേറെ ടൈം വിളിക്കുക, പെരിയാന്ത് വിളിക്കും. അപ്പോൾ ചില കേസിൽ പെരിയാന്തും ഈ സ്റ്റേമനും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും. അങ്ങനെ അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിഫിലസ് സ്റ്റേമൻസ് എന്ന് വിളിക്കുന്നു. പെരിയാന്തും സ്റ്റേമനും കൂടി അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിനെ എപ്പിഫിലസ് സ്റ്റേമൻ എന്ന് വിളിക്കുന്നു. അടുത്തത് ഈ സ്റ്റേമൻ്റെ അകത്ത് പല രീതിയിലുള്ള ഫ്യൂഷൻസ് കാണാം, അല്ലെങ്കിൽ സ്റ്റേമൻ ഫ്രീ ആയി നിൽക്കാം. ചില ഫ്ലവേഴ്സിൻ്റെ അകത്ത് 10 സ്റ്റേമൻ ഉണ്ടെങ്കിൽ 10 സ്റ്റേമനും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ചില ഫ്ലവേഴ്സിൻ്റെ അകത്ത് സ്റ്റേമൻസ് ഫ്യൂസ്ഡ് ആയിരിക്കും. സ്റ്റേമൻസ് ഫ്രീ ആണെങ്കിൽ അതിനെ പോളി ആൻഡ്രസ് എന്നും, സ്റ്റേമൻസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ സിനാൻഡ്രസ് എന്നും വിളിക്കുന്നു. സ്റ്റേമൻസ് ഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ 3 രീതിയിലുള്ള ഫ്യൂഷൻ കാണുന്നുണ്ട്. മോണോഡൽഫസ്, അതായത് മോണോഡൽഫസ് എന്ന് പറയുന്നു, ഡയഡൽഫസ് എന്ന് വിളിക്കുന്നു, പോളിയഡൽഫസ് എന്ന് വിളിക്കുന്നു. ഇത് സ്റ്റേമൻസ് ആർ ഫ്യൂസ്ഡ് ഇൻ ടു 1 ബണ്ടിൽ. സപ്പോസ് ഒരു ഫ്ലവറിൻ്റെ അതൊരു 10 സ്റ്റേമൻ ഉണ്ടെന്ന് കരുതാം. ആ 10 സ്റ്റേമൻ എല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ ബണ്ടിലായിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോണോ അഡൽഫസ് കണ്ടീഷൻ എന്ന് വിളിക്കും. എക്സാമ്പിൾ ചൈന റോസ്, ചെമ്പരത്തിൻ്റെ അത് കാണുന്നതാണ്. അടുത്ത ഡയഡൽഫസ് ആണ്. ഇത് സ്റ്റേമൻസ് ആർ ഫ്യൂസ്ഡ് ഇൻ 2 ബണ്ടിൽസ്. മൊത്തം സ്റ്റേമൻസ് നമുക്ക് ചേർന്ന് 2 ബണ്ടിലായി കാണുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ പി ആണ്. പയറിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 10 സ്റ്റേമനാണുള്ളത്. 9 എണ്ണം ചേർന്നൊരു ബണ്ടിലും 1 മാത്രം വേറെയായി കാണുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഡയഡൽഫസ്. 2 ഗ്രൂപ്പായി കാണുന്നു. മൂന്നാമത്താണ് പോളിയഡൽഫസ് കണ്ടീഷൻ. പോളിയഡൽഫസ് എന്നത് സ്റ്റേമൻസ് ആർ ഫ്യൂസ്ഡ് ഇൻ മോർ ദാൻ 2 ബണ്ടിൽ. 2ൽ കൂടുതൽ ബണ്ടിലുണ്ടെങ്കിൽ അതിനെയാണ് വിളിക്കുക പോളിയഡൽഫസ് കണ്ടീഷൻ വിളിക്കുക. അതിന് എക്സാമ്പിളാണ് സിട്രസ്, നാരങ്ങൻ്റെ അകത്ത് കാണുന്നത് ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലുള്ള ഫ്യൂഷൻ കാണുന്നുണ്ട്. മോണോഡൽഫസ് ഉണ്ട്, ഡയഡൽഫസ് ഉണ്ട്, പോളിയഡൽഫസ് കണ്ടീഷൻ. ഇങ്ങനെ 3 രീതിയിലുള്ള ഫ്യൂഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അത്രയാണ് ആൻഡ്രീഷ്യവുമായി ബന്ധപ്പെട്ടുള്ളത്. നെക്സ്റ്റ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് കാർപ്പൽ ഓർ പിസ്റ്റിൽ എന്ന് പറയുന്നു. ഒരു പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിരിക്കുന്നത് 3 ഭാഗമുണ്ട്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഈ ഓവറിൻ്റെ അകത്തായിട്ടാണ് ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവറിൻ്റെ അകത്തായിട്ട് ഓവ്യൂൾസ് ഉണ്ട്. ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടിഷ്യൂ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് പ്ലാസൻഡ എന്ന് വിളിക്കുന്നു. ഓവറിൻ്റെ അകത്തായിട്ട് ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്തിനാണ് വിളിക്കുന്നത് പ്ലാസൻഡ. പ്ലാസൻഡേൻ്റെ മുകളിലാണ് ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ടൈമുണ്ട് പ്ലാസൻറ്റേഷൻ. അതായത് ഈ ഓവറിൻ്റെ അകത്തുള്ള ഓവ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടായിരിക്കും. ആ പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ. നമുക്ക് നോക്കാം, പല ടൈപ്പ് പ്ലാസൻറ്റേഷൻ പഠിക്കാനുണ്ട്. ഇനി
ഈ കാർപ്പൽസിൻ്റെ പാർട്സ് പറഞ്ഞു, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. ഈ കാർപ്പൽസ് ചില ഫ്ലവേഴ്സിൻ്റെ അകത്ത് ഒരു കാർപ്പൽ മാത്രമേ കാണുള്ളൂ, അത് മോണോ കാർപ്പില്ലറി കണ്ടീഷൻ വിളിക്കും. എന്നാൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളി കാർപ്പില്ലറി കണ്ടീഷൻ വിളിക്കും. പോളി കാർപ്പില്ലറി ആണെങ്കിൽ അത് ഈ ഇപ്പോൾ ഒരു 10 കാർപ്പൽ ഉണ്ടെന്ന് കരുതി ഒരു ഫ്ലവറിൻ്റെ അകത്ത്. ഈ 10 കാർപ്പലും ചിലപ്പം 10 സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ 10 കൂടി ഫ്യൂസ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഈ കാർപ്പൽസ് എല്ലാം കൂടി സെപ്പറേറ്റ് ആയിട്ട്, ഓരോ കാർപ്പൽസും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അപ്പോ കാർപ്പസ് കണ്ടീഷൻ. കാർപ്പൽസ് ആർ നോട്ട് ഫ്യൂസ്ഡ്. അതിന് എക്സാമ്പിളാണ് ലോട്ടസ്, റോസ്. അതിൻ്റെ അകത്തൊക്കെ കാർപ്പൽസ് ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുകയായിരിക്കും, ഓരോ കാർപ്പൽസും സെപ്പറേറ്റ് ആയി നിൽക്കുന്നതായിരിക്കും. ഇനി ഈ കാർപ്പൽസ് എല്ലാം ഫ്യൂസ് ചെയ്ത് കാണുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരുടെ സിങ്ക് കാർപ്പസ് വിളിക്കും. അതിന് എക്സാമ്പിളാണ് മസ്റ്റാർഡ്, ടൊമാറ്റോ. മസ്റ്റാർഡിൻ്റെ അകത്തും ടൊമാറ്റോനകത്തും കാർപ്പൽസ് എല്ലാം ഫ്യൂസ് ചെയ്ത് കാണുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ കാർപ്പൽസ് പോളികാർപ്പലി കണ്ടീഷൻ ആണെങ്കിൽ ഒന്നുകിൽ അപ്പോകാർപ്പസ് ആയിരിക്കും, സിങ്കാർപ്പസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ഫ്ലവേഴ്സ് ഇറ്റ് ഈസ് സിങ്കാർപ്പസ് കണ്ടീഷൻ. വളരെ കുറച്ച് പ്ലാന്റ്സിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ അപ്പോകാർപ്പസ് കണ്ടീഷൻ കാണുന്നത്. ഇപ്പോൾ അനോനേസി എന്ന് പറയുന്ന ഒരു ഫാമിലിന് അതിൻ്റെ അകത്ത് മാത്രമാണ് അപ്പോകാർപ്പസ് കണ്ടീഷൻ കാണുന്നത്. ബാക്കി ഒട്ടുമിക്ക ഫാമിലി പ്ലാന്റ്സിൻ്റെ അകത്തും അത് സിങ്കാർപ്പസ് കണ്ടീഷൻ ആയിരിക്കും കാണുന്നുണ്ടാവുക. അടുത്തത് ഓവറിൻ്റെ അകത്ത് കാണുന്ന പ്ലാസൻറ്റേഷനാണ്. ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഇൻ എൻ ഓവറി ഈസ് കോൾഡ് പ്ലാസൻറ്റേഷൻ. There are 5 types of placentation: marginal placentation, axillary placentation, parietal, basal and free central. ഇങ്ങനെ 5 ടൈപ്പ് പ്ലാസൻറ്റേഷൻ ഉള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാക്കും. ടെക്സ്റ്റിൻ്റെ അകത്ത് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഓരോ പ്ലാസൻറ്റേഷനും ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് പ്ലാസൻറ്റേഷൻ ആണെന്നും എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. അപ്പോൾ മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണെങ്കിൽ ഹിയർ ദ ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് അലോങ് ദി മാർജിൻ. ഹിയർ ദ ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് അലോങ് ദി മാർജിൻ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. എക്സാമ്പിൾ പി. എക്സൈഡ് പ്ലാസൻറ്റേഷൻ ആണെങ്കിൽ ഇത് ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി സെൻറ്റർ. ഓവ്യൂൾ സെൻറ്ററിലായിട്ട് ഒരു മൾട്ടി കാർപ്പലറി ഓവറിൻ്റെ അകത്ത് ഓവ്യൂൾ സെൻറ്ററിലായി കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എക്സൈഡ് പ്ലാസൻറ്റേഷൻ. എക്സാമ്പിൾ ചൈന റോസ്, ടൊമാറ്റോ, ലെമൺ ആണ്. അടുത്ത് പെരിറ്റൽ പ്ലാസൻറ്റേഷൻ. പെരിറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർജിനിൽ തന്നെയാണ് കാണുന്നത്, പക്ഷേ മൾട്ടി കാർപ്പലറി കണ്ടീഷനിൽ മാർജിനിലായി കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പെരിറ്റൽ പ്ലാസൻറ്റേഷൻ. എക്സാമ്പിൾ മസ്റ്റാർഡ്, ആർജിമോൺ ആണ്. ഇത് ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മോണോകാർപ്പലറി കണ്ടീഷനാണ് കാണുന്നത്. അവിടെ ഓവറിൻ്റെ ബേസൽ റീജിയനിലായിട്ടായിരിക്കും ഓവ്യൂൾസ് ഉണ്ടാവുക. ഒറ്റ ഓവ്യൂൾ ബേസൽ റീജിയനിലായി കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബേസൽ പ്ലാസൻറ്റേഷൻ. എക്സാമ്പിൾ സൺഫ്ലവർ, മാരിഗോൾഡ് ആണ്. ഇനി ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ മോണോകാർപ്പലറി കണ്ടീഷൻ. സെൻറ്ററിലായിട്ട് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്ത് കാണുകയാണെങ്കിൽ, അതായത് മോണോകാർപ്പലറി കണ്ടീഷനിൽ സെൻറ്ററിലാണ് ഓവ്യൂൾസ് കാണുന്നതെങ്കിൽ അതിനെയാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ ഡയാന്തസ്, പ്രിംറോസ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓവ്യൂൾസ് ഒന്നുകിൽ മാർജിനിൽ അല്ലെങ്കിൽ സെൻറ്ററിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മോണോകാർപ്പലറി ആണോ മൾട്ടി കാർപ്പലറി ആണോ അനുസരിച്ച് വ്യത്യാസം. ഇപ്പോൾ മാർജിനിൻ്റെ അകത്ത് മാർജിനിലാണ് മോണോകാർപ്പലറി കണ്ടീഷൻ, എക്സലിൻ്റെ അകത്ത് സെൻറ്ററിലാണ് മൾട്ടി കാർപ്പലറി കണ്ടീഷൻ, പെരീറ്റലിൻ്റെ അകത്ത് മാർജിനിലാണ് മൾട്ടി കാർപ്പലറി കണ്ടീഷൻ, ബേസലിൻ്റെ അകത്ത് ബേസലിലാണ് മോണോകാർപ്പലറി കണ്ടീഷൻ, ഫ്രീ സെൻട്രൽ എന്ന് പറഞ്ഞാൽ സെൻട്രലിലാണ് മോണോകാർപ്പലറി കണ്ടീഷൻ. അപ്പോൾ അത് എന്താണെന്നുള്ളതും അതിന് എക്സാമ്പിൾസും ഓർത്ത് വെക്കാം. അടുത്തത് ഫ്രൂട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫ്രൂട്ട് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യും. അത്തരം ഫ്രൂട്ട്സിൻ്റെ അകത്ത് സീഡ്സ് ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾ പൈനാപ്പിൾ, ബനാന, സ്ട്രോബെറി, ഇതൊക്കെയാണ് അവിടെയൊക്കെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാണ്. അതിൻ്റെ അകത്ത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ആയിരിക്കും ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അത്തരം ഫ്രൂട്ട്സിൻ്റെ അകത്ത് സീഡ്സ് ഉണ്ടായിരിക്കില്ല, സീഡ്ലെസ് ആയിരിക്കും. ഇനി അപ്പോൾ നമുക്ക് ചില പ്ലാന്റ്സിൻ്റെ അകത്ത് പാർത്തനോകാർപ്പി ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏതൊരു ഹോർമോൺ പഠിച്ചിട്ടുണ്ട്, ഏത് ഹോർമോൺ, ഫൈറ്റോ ഹോർമോൺ, ഓക്സിൻ ഹോർമോൺ അപ്ലിക്കേഷനിലൂടെ നമുക്ക് ചില പ്ലാന്റ്സിൻ്റെ അകത്ത് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. പാർത്തനോകാർപ്പി ഉള്ളത് നല്ലതാണ്, കാരണം പല ഫ്രൂട്ട്സിൻ്റെ അകത്തും സീഡ്സ് ഇല്ലെങ്കിൽ നമുക്കത് എന്താ പറയുക, കഴിക്കുന്ന സമയത്ത് കുറച്ച് എളുപ്പമായിരിക്കും. അതിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഫ്രൂട്ടിൻ്റെ അകത്ത് പല ടൈപ്പ് ഫ്രൂട്ട് ഉണ്ട്. ഫ്ലഷി ഫ്രൂട്ട്, ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത്ര വിശദമായിട്ട് പഠിക്കാനില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡ്രൂപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡ്രൂപ്പ് ഇറ്റ് ഈസ് എ ഫ്ലഷി ഫ്രൂട്ടാണ്. ഈ ഡ്രൂപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫ്രൂട്ട് വാളിനെ വിളിക്കുക പെരികാർപ്പ് എന്ന് വിളിക്കുക. ഫ്രൂട്ട് വാൾ ഈസ് കോൾഡ് പെരികാർപ്പ്. ഈ പെരികാർപ്പിന് 3 ലെയർ ഉണ്ടായിരിക്കും. ഒരു ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ
മാങ്ങയാണെങ്കിൽ മാങ്ങേൻ്റെ ഏറ്റവും പുറമെയുള്ള നമ്മൾ ചെത്തി ഒഴിവാക്കുന്ന തൊലിയാണ് എപ്പികാർപ്പ്. നമ്മൾ കഴിക്കുന്ന എഡിബിൾ പോർഷനാണ് മീസോകാർപ്പ്. ഉള്ളിലുള്ള മാങ്ങേൻ്റെ ആ സീഡിൻ്റെ കോട്ട്, ഹാർഡായിട്ടുള്ള സീഡ് കോട്ടാണ് എൻഡോകാർപ്പ്. കോക്കനട്ടിനകത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ തേങ്ങേൻ്റെ പുറമെ പച്ച കളറിൽ കാണുന്നതാണ് എപ്പികാർപ്പ്. കോക്കനട്ട് ഫൈബറാണ് മീസോകാർപ്പ്. അതിൻ്റെ ചിരട്ടയാണ് എൻഡോകാർപ്പ്. ഇങ്ങനെ പെരികാർപ്പിനെ 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രൂപ്പ് എന്ന് വിളിക്കും. ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ് എന്നിങ്ങനെ 3ആയി നമുക്കത് ഡിവൈഡ് ചെയ്യാം. ഇനി ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ ഈ ഓവ്യൂൾസ്, ഫ്രൂട്ടിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഓവറിൻ്റെ അകത്തുള്ള ഓവ്യൂൾസ് സീഡായിട്ട് മാറും. ആ സീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സീഡ് എന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടായിരിക്കേണ്ട 3 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഒരു സീഡ് കോട്ട് ഉണ്ടായിരിക്കണം, ഒരു എംബ്രിയോ ഉണ്ടായിരിക്കണം, ഫുഡ് സ്റ്റോറേജ്. ഈ ഫുഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ആ എംബ്രിയോയ്ക്ക് വളർന്ന് പുതിയ ചെടിയായി മാറുന്നത് വരെ അതിന് ജീവിക്കാൻ വേണ്ട ഫുഡ് സ്റ്റോറേജ് ആണ്. അപ്പം ഒരു എംബ്രിയോൻ്റെ അകത്ത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കോട്ട്ലിഡൻ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സീഡിൻ്റെ അകത്ത് ഫുഡ് സ്റ്റോറേജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പല സീഡ്സും ചെറുപയറും പരിപ്പും ഒക്കെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ കാരണം. അവിടെ ശരിക്കും ഫുഡ് എന്തിനു വേണ്ടിയുള്ളതാണ്? ആ സീഡിൻ്റെ അകത്തുള്ള ഫുഡ് അതിന് വളർന്ന് പുതിയ ചെടിയായി മാറാൻ വേണ്ട ഫുഡാണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എംബ്രിയോ നോക്കുകയാണെങ്കിൽ, ഒരു എംബ്രിയോ ആണെങ്കിൽ അതിനൊരു എംബ്രിയോ ആക്സിസ് വരെ നോക്കിയാൽ കാണാം. ഒരു എംബ്രിയോ ആക്സിസ്, ഇതിനാണ് എംബ്രിയോ ആക്സിസ് എന്ന് വിളിക്കുന്നത്. 2 കോട്ട്ലിഡൻസ് ഉണ്ടായിരിക്കും. ദെൻ എന്നാൽ ചിലതിൻ്റെ അകത്ത് ഒരു കോട്ട്ലിഡൻ, മോണോകോട്ട് ആണെങ്കിൽ ഒരു കോട്ട്ലിഡനെ കാണുകയുള്ളൂ. ഇവിടെ ഡൈക്കോട്ട് പ്ലാന്റ്സ് ആയോ 2 കോട്ട്ലിഡൻ പറഞ്ഞതുള്ളൂ. അപ്പോൾ സീഡ് അകത്തിലാണ്, സീഡ് കോട്ടുണ്ട്, എംബ്രിയോ ഉണ്ടായിരിക്കും. എംബ്രിയോയ്ക്ക് ഒരു എംബ്രിയോണൽ ആക്സിസും കോട്ട്ലിഡൻസും ആണ് അതിൽ കാണുന്നത്. നമുക്ക് അതിന് ഡൈക്കോട്ട് സീഡ് നോക്കാം. ഡൈക്കോട്ട് സീഡിൻ്റെ പ്രത്യേകത, അവിടെ സീഡ് കോട്ട് 2 ലെയർ ഉണ്ടായിരിക്കും. അതിന് ഔട്ടർ ലെയർ കോൾ ടെസ്റ്റ ആൻഡ് ഇന്നർ ലെയർ കോൾ ടെക്മൻ. ഇനി ഓൺ ദ സീഡ് ദർ ഇസ് എ സ്കാർ. അപ്പോൾ നമ്മളൊരു ചെറുപയറൊക്കെ നോക്കുകയാണെങ്കിൽ, ചെറുപയറിൻ്റെ ഇങ്ങനെയുള്ള ചെറുപയറാണെങ്കിൽ അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളറിലെ ഭാഗം കാണാൻ പറ്റും. ഇതിനെയാണ് ഹൈലം എന്ന് വിളിക്കുന്നത്. ഈ ഒരു മാർക്കിങ്, ആ ഒരു സ്കാർ മീൻസ് കലയാണ്. ആ ഭാഗം വെച്ചിട്ടാണ് ആ സീഡ് ആ ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ആ ഫ്രൂട്ട് സീഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗമാണ് ഇത് സ്കാർ എന്ന്, ആ സ്കാറിനാണ് വിളിക്കുന്നത് ഹൈലം എന്ന് വിളിക്കുന്നത്. ഇനി ചില സീഡിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ചെറിയൊരു ഓപ്പണിങ് കാണാം. ഇറ്റ് ഈസ് കോൾഡ് മൈക്രോപൈൽ. ഇപ്പോൾ നമ്മൾ കറി വെക്കുന്ന കടലൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഹോള് കാണാൻ പറ്റും. ആ ഹോളിനെയാണ് മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. അതിലൂടെയാണ് ഈ സീഡിന് ആവശ്യമായ എയറും ഓക്സിജനും അതേപോലെ സീഡ് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളം കയറി ആ സീഡ് മുളയ്ക്കുന്നതിന് സഹായിക്കുന്ന, അതായത് എയറും വാട്ടറൊക്കെ സീഡിൻ്റെ അകത്തേക്ക് കടക്കാൻ സഹായിക്കുന്ന ചെറിയ ഓപ്പണിങ്ങിനാണ് വിളിക്കുന്നത് മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. ഇതിന് സീഡ്, അപ്പോൾ സീഡ് കോട്ടിൻ്റെ മുകളിൽ, സീഡ് കോട്ടിൻ്റെ പ്രത്യേകത സീഡ് കോട്ട്, ഡൈക്കോട്ട് സീഡിൻ്റെ അകത്ത് സീഡ് കോട്ട് 2 ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ ടെസ്റ്റ ടെക്മൻ. ദെൻ സീഡ് കോട്ടിൻ്റെ ആ ചെറിയൊരു അടയാളം, ഒരു മാർക്കിംഗ് കാണാം, അതിനെ ഹൈലം എന്ന് വിളിക്കുന്നു. ദെൻ സീഡ് കോട്ട് നമ്മൾ കാണുന്ന അടുത്ത സ്ട്രക്ചറാണ് മൈക്രോപൈൽ, ദറ്റ്സ് എ സ്മോൾ ഓപ്പണിംഗ്. അടുത്തത് എംബ്രിയോ ആണ്. ഡൈക്കോട്ട് എംബ്രിയോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ എംബ്രിയോ ആക്സിസ്. ഈ ഷെയ്ഡ് ചെയ്ത നീളത്തിലുള്ള ഭാഗമാണ് എംബ്രിയോണൽ ആക്സിസ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ 2 സൈഡിലായിട്ട് 2 കോട്ട്ലിഡൻസ് കാണാൻ പറ്റും. ഈ എംബ്രിയോണൽ ആക്സിസിൻ്റെ കോട്ട്ലിഡൻ്റെ മുകളിലേക്ക് കുറച്ച് ഭാഗങ്ങളാണ്. ഈ ഭാഗം കോട്ട്ലിഡൻ മുകളിലേക്ക് നിൽക്കുന്നു, ഈ ഭാഗം കോട്ട്ലിഡൻ താഴേക്ക് നിൽക്കുന്നുണ്ട്. കോട്ട്ലിഡൻ മുകളിലേക്കുള്ള ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോണൽ ആക്സിസിൻ്റെ കോട്ട്ലിഡൻ്റെ മുകളിലേക്കുള്ള ഭാഗത്തിനെ പ്ലിമ്യൂൾ എന്നും കോട്ട്ലിഡൻ്റെ താഴേക്കുള്ള ഭാഗത്തിനെ റാഡിക്കൽ എന്നും വിളിക്കുന്നു. അപ്പോൾ പ്ലിമ്യൂൾ ഡെവലപ്സ് ഇൻ ഷൂട്ട് സിസ്റ്റമാണ്, റാഡിക്കൽ ഡെവലപ്പ് റൂട്ട് സിസ്റ്റമായി ഡെവലപ്പ് ചെയ്യുന്നു. ഈ പ്ലിമ്യൂളിനും റാഡിക്കലും ഡെവലപ്പ് ചെയ്ത് ഷൂട്ടും റൂട്ടും ഉണ്ടാകുന്നതിനാവശ്യമായ ഫുഡാണ് ഈ കോട്ട്ലിഡൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ സീഡിൻ്റെ അകത്ത് കാണുന്ന അടുത്തൊരു സ്ട്രക്ചറാണ് എൻഡോസ്പേം. ഇത് നമ്മൾ ഡൈക്കോട്ട് സീഡ് നമ്മൾ സാധാരണ നോക്കിയാൽ എൻഡോസ്പേം കാണില്ല. നോൺ എൻഡോസ്പേം സീഡ്സ് എന്നാണ് വിളിക്കുന്നത് ഡൈക്കോട്ട് സീഡിനെ. എന്നാൽ ഒരു ഡൈക്കോട്ട് പ്ലാന്റ്, കാസ്റ്റർ, ആവണക്ക് എന്ന് പറയുന്ന ആ ഡൈക്കോട്ട് പ്ലാന്റിൻ്റെ സീഡിൽ മാത്രമേ എന്ത് കാണാൻ പറ്റുള്ളൂ, എൻഡോസ്പേം കാണുന്നുള്ളൂ. ബാക്കി എല്ലാ ഡൈക്കോട്ട് പയറൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊന്നും എൻഡോസ്പേം, ബീൻസ്, അതിലൊന്നും എൻഡോസ്പേം ഉണ്ടായിരിക്കില്ല. അവിടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കോട്ട്ലിഡൻസ് ആയിരിക്കും. അപ്പം ഡൈക്കോട്ട് സീഡ്സ് യൂഷ്വലി ദേ ആർ നോൺ എൻഡോസ്പേമസ് ആണ്. എന്നാൽ ഒരു ഡൈക്കോട്ട് സീഡിൻ്റെ അകത്ത് എൻഡോസ്പേം കാണുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് കാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇനി മോണോക്കോട്ട് സീഡാണ്. മോണോക്കോട്ട് സീഡിൻ്റെ അകത്ത് നമ്മൾ സീഡ് കോട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റ ലെയറേ ഉണ്ടായിരിക്കുള്ളൂ. ഡൈക്കോട്ട് സീഡിൽ എത്ര ലെയർ? 2 ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ ടെസ്റ്റ, ഇന്നർ ലെയർ ടെക്മൻ ആണ്. അതിൽ ഇവിടെ അങ്ങനെയല്ല. മോണോക്കോട്ട് സീഡിൻ്റെ അകത്ത് സീഡ് കോട്ട് സിംഗിൾ ലെയർ ആയിരിക്കും. ദാറ്റ് സീഡ് കോട്ട് ഈസ് വെരി ടൈറ്റ്ലി അറ്റാച്ച്ഡ് ടു ദി ഫ്രൂട്ട് വാൾ. ആ സീഡ് കോട്ടും ഫ്രൂട്ട് വാളും ടൈറ്റ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഇനി
ഈ സീഡിൻ്റെ മോണോക്കോട്ട് സീഡിൻ്റെ പ്രത്യേകത അതിൻ്റെ അകത്ത് എൻഡോസ്പേംസ് പ്രസൻ്റ് ആണ്. മോണോക്കോട്ട് സീഡിൻ്റെ അകത്ത് എൻഡോസ്പേം ഉണ്ട്. സോ ഇതേക്കുള്ള എൻഡോസ്പേമസ് സീഡ്സ് ഓർ മറ്റൊരു പേരും കൂടി വിളിക്കും ആൽബുമിനസ് സീഡ്സ് എന്ന് വിളിക്കും. എൻഡോസ്പേം പ്രസൻ്റ് ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആൽബുമിനസ് സീഡ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ഈ എൻഡോസ്പേമിൻ്റെ പുറമേ ആയിട്ട് ഒരു ബ്രൗൺ ലെയറിലുള്ള കോട്ടിംഗ് ഉണ്ടായിരിക്കും. ദാറ്റ് ബ്രൗൺ ലെയർ കോട്ടിംഗ് ഈസ് കോൾഡ് അലിറോൺ ലെയർ എന്ന് പറയുന്നു. അതായത് നമ്മളിപ്പം ഒരു നെല്ല് മോണോക്കോട്ടാണ്. നെല്ലിൻ്റെ ഒരു ഗ്രെയിൻ എടുത്തിട്ട് ഒരു നെല്ലിൻ്റെ മണി എടുത്ത് അതിൻ്റെ പുറമെയുള്ള തൊലി നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു തവിട്ട് നിറത്തിലുള്ള അരി കാണാം. ആ ബ്രൗൺ ലെയറിലുള്ള നമ്മൾ കോട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത് അലിറോൺ ലെയർ. നമ്മളിപ്പോൾ നെല്ലുത്തരി കുറിയരി കഞ്ഞി വെക്കുന്ന അരി നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ബ്രൗൺ ലെയറിലെ കോട്ടിംഗ് ഉണ്ടായിരിക്കും. അതിനെയാണ് വിളിക്കുന്നത് അലിറോൺ ലെയർ എന്ന്. അതേപോലെ തേങ്ങ മോണോക്കോട്ടാണ്. തേങ്ങ നമ്മൾ ഒരു ചിരട്ട പൊട്ടിച്ച് അതിന് ചൂഴ്ന്നെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം വൈറ്റാണ്, ചിരട്ടയുമായി ചേരുന്ന ഭാഗം ഒരു ബ്രൗൺ കളറായിരിക്കും. ആ ബ്രൗൺ കളറിൽ കാണുന്ന ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് അലിറോൺ ലെയർ എന്ന് വിളിക്കുന്നത്. ദെൻ അതിൻ്റെ കോട്ടിലിടം നോക്കുകയാണെങ്കിൽ മോണോക്കോട്ട് സീഡ് ആയതുകൊണ്ട് എത്ര കോട്ടിലിടം ഉണ്ടായിരിക്കുള്ളൂ? ഒറ്റ കോട്ടിലിടം ഉണ്ടായിരിക്കുള്ളൂ. ആ കോട്ടിലിടം ഫുഡ് സ്റ്റോർ ചെയ്യുന്നില്ല. ദാറ്റ് കോട്ടിലിടം ഈസ് വെരി തിൻ ആൻഡ് പ്ലേറ്റ് ലൈക്ക് ആയിരിക്കും. ദാറ്റ് തിൻ ആൻഡ് പ്ലേറ്റ് ലൈക്ക് കോട്ടിലിടം ഈസ് കോൾഡ് സ്കൂട്ടെല്ലം. അപ്പോൾ ഓർക്കണം, മോണോക്കോട്ട് സീഡിൻ്റെ അകത്ത് കാണുന്ന കോട്ടിലിടനെ വിളിക്കുന്ന പേരാണെന്ത്? സ്കൂട്ടെല്ലം എന്ന് വിളിക്കുന്നു. ദെൻ അവിടെ എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. എംബ്രിയോണൽ ആക്സിസ് വളരെ ചെറിയ എംബ്രിയോണൽ ആക്സിസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോട്ടിലിടൻ്റെ മുകളിലേക്കുള്ള ഭാഗത്തിന് പ്ലിമ്യൂൾ എന്നും താഴേക്കുള്ള ഭാഗം റാഡിക്കൽ എന്നും പറയും. എന്നാൽ മോണോക്കോട്ട് സീഡിൻ്റെ അകത്ത് കാണുന്നൊരു പ്രത്യേക സ്ട്രക്ചർ, ആ പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്നൊരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് കൊളിയോപ്റ്റൈൽ എന്ന് വിളിക്കുന്നു. റാഡിക്കലിനെ കവർ ചെയ്യുന്നൊരു കോട്ടിംഗ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് കൊളിയോറൈസ. പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്ന കോട്ടിങ്ങിനെ കൊളിയോപ്റ്റൈൽ എന്നും റാഡിക്കലിനെ കവർ ചെയ്യുന്ന കോട്ടിങ്ങിനെ കൊളിയോറൈസ എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത്രയാണ് സീഡ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ്. അപ്പോൾ ഡൈക്കോട്ട് സീഡ്, മോണോക്കോട്ട് സീഡ്, ഡിഫറൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്ത് വെക്കാം. ഇത് നമുക്ക് അതിൽ 3 ഫാമിലി പഠിക്കാനുണ്ട്. ഫാബേസിയെ, സൊളനേസിയെ, ലില്ലിയേസിയെ. അപ്പോൾ ഈ ഫാമിലീൻ്റെ അകത്ത് നിങ്ങൾ അവിടെ നമ്മൾ എൻട്രൻസ് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ആ ഫാമിലീൻ്റെ ഫ്ലോറൽ ഫോർമുല, 3 ഫാമിലിയുടെ ഫ്ലോറൽ ഫോർമുല നോക്കി വെക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഏതൊക്കെയാണെന്നുള്ളത്. അതേപോലെ ഫ്ലോറൽ ഡയഗ്രാം, 3 ഫാമിലീൻ്റെ ഫ്ലോറൽ ഡയഗ്രാം ടെക്സ്റ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വെക്കുക. അത് കണ്ടാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഏത് ഫാമിലീൻ്റെ ഫ്ലോറൽ ഡയഗ്രാമാണ് എന്ന്. ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഫോം വളരെ സിമ്പിളാണത്. അത് നോക്കിയിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. അപ്പം അതിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഫാബേസിയെ നോക്കുകയാണെങ്കിൽ അതെല്ലാം 5 എണ്ണം വീത് വെച്ച് വരുന്ന, ഗാലക്സും കൊറോളയൊക്കെ 5 എണ്ണം വെച്ച് വരുന്ന ആ രീതിയിലുള്ള എസ്റ്റിമേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൽ 9+1 അത് ഫാബേസി ആണോ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ആൻഡ്രീഷൻ നോക്കിയാൽ മതി. 9+1 എന്നുള്ള പാറ്റേൺ കാണുന്നുണ്ടെങ്കിൽ അത് അപ്പം കൺഫേം ആക്കാം അത് ഫാബേസിയാണ്. പിന്നെ സൊൾനേസി ആണെങ്കിൽ എല്ലാം കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ഇതെല്ലാം 5 എണ്ണം വീതം. അവർ ഗൈനീഷ്യം മാത്രം 2 എണ്ണം കാണുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പിക്കാം അത് സൊളനേസിയാണ്. ലില്ലീസി ആണെങ്കിൽ അവിടെ 3+3 ഒരു ട്രൈമിയറസ് ഫ്ലവേഴ്സാണ്. 3+3 കാലിക്സ്, കൊറോളയില്ല, പകരം പെരിയാന്തതാണ് അവിടെ കാണുക. അപ്പോൾ ഉറപ്പിക്കാം നമുക്ക് പഠിക്കാനുള്ളതിൽ പെരിയാന്ത് വരുന്നത് ലില്ലീസി മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്കതിൽ ഓരോ ഫാമിലീൻ്റെ അകത്തും വരുന്ന എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫാബേസി നോക്കുകയാണെങ്കിൽ ഫാബേസിയാണ് പയറുവർഗ്ഗങ്ങളാണ്. നമുക്ക് പയറുവർഗ്ഗങ്ങൾ കുറേ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഗ്രാം, അർഹർ, സെം, മൂഗ് എന്നൊക്കെ പറയുന്നത്, പരിപ്പ്, അതേപോലെ വൻപയർ, തവര, അതൊക്കെ അതാണ് പൾസസിൻ്റെ അകത്ത് ഗ്രാം, അർഹർ, സം, മൂഗ് എന്നൊക്കെ പറയുന്നത് പലതരം പയറുവർഗ്ഗങ്ങളാണ്. നമുക്ക് കഴിക്കാൻ, കറി വെക്കാൻ, ഉപ്പേരി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങളാണ്. പിന്നെ ചില ഓയിൽ കിട്ടുന്ന പ്ലാന്റ്സ് ഉണ്ട്, ഭക്ഷണയോഗ്യമായ എഡിബിൾ ഓയിൽ കിട്ടുന്ന പ്ലാന്റ്. സോയാബീൻ്റെ നമ്മൾ സോയാബീൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വാങ്ങുന്ന സാധനം അത് അങ്ങനെ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നില്ല. ശരിക്കും അത് പരിപ്പാണ്. അത് പൊടിച്ചത് പൗഡറാക്കിയതോ രീതിയിലൊക്കെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടയായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സോയാബീൻ കിട്ടുന്നത്. അപ്പോൾ സോയാബീൻ അതിൻ്റെ ഓയിലിൻ്റെ അകത്ത് നിന്ന്, അതിൻ്റെ സീഡിൻ്റെ അകത്ത് നിന്ന് ഓയിൽ എടുക്കുന്നുണ്ട്. ഗ്രൗണ്ട് നട്ട്, നിലക്കടലേൻ്റെ അകത്ത് നിന്നും ഓയിൽ എടുക്കുന്നുണ്ട്. അത് ഡൈ, കളറ് കിട്ടുന്നത്, കളറ് കൊടുക്കുന്ന ഏജൻറ്റായിട്ട് ഇൻഡിഗോഫറ, മലയാളത്തിന് നീലമരി എന്ന് പറയും. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഡ്രസ്സിൽ ഉജാല അല്ലെങ്കിൽ നീലം മുക്കുന്നതിന് പകരമായിട്ട് ഈ ചെടീൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞാൽ നമ്മൾ ഉജാലേൻ്റെ കളറിലൊരു സൊല്യൂഷൻ കിട്ടും. അത് വെള്ളത്തിൽ കലക്കി മുണ്ടൊക്കെ ആദ്യകാലങ്ങളിൽ ആളുകൾ അതിൽ വെള്ളം മുണ്ടൊക്കെ അതിൽ മുക്കി കളർ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഡൈ കിട്ടുന്ന പ്ലാന്റാണ് ഇൻഡിഗോഫിറ. ഫൈബർ, സൺഹെമ്പ്, നാര് കിട്ടുന്ന സൺഹെമ്പിൻ്റെ അകത്തുനിന്ന് സൺഫ്ലവറിൻ്റെ സ്റ്റെം ഉണ്ട്, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നാര് എടുക്കുന്നുണ്ട്. ഫോഡർ, കാലിത്തീറ്റായിട്ട് കിട്ടുന്ന പ്ലാന്റ്സാണ് സെസ്ബാനിയ, ട്രൈഫോളിയം എന്നൊക്കെ പറയുന്നത്. കാലിത്തീറ്റയായിട്ട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സാണ്. പിന്നെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. ലുപ്പിൻ,
പി എന്നൊക്കെ പറയുന്നത് അലങ്കാര ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫാബേസിയൽ മെമ്പേഴ്സാണ്. അതിൽ മെഡിസിനൽ പ്ലാന്റ്സ് മുള്ളിയാത്തി എന്ന് പറയുന്ന മുള്ളൻ ചക്ക എന്ന് പറയുന്ന സാധനം, അതിൽ മെഡിസിനൽ ആൻറ്റി ക്യാൻസേഴ്സ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന മുള്ളിയാത്തി മുള്ളൻ ചക്ക എന്ന് പറയുന്നതാണ്. ഇതൊക്കെ കുറച്ച് ഇതൊന്നല്ല ഇതിനേക്കാളും കുറേ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ യൂസസും അതിന് എക്സാമ്പിൾസും ഏതൊക്കെയാണ്, ഏതൊക്കെ പ്ലാന്റിൽ നിന്നാണ് ആ യൂസുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. അടുത്തത് സൊളനേസിയാണ്. സൊളനേസിയെ ഫുഡായി യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ദെൻ സ്പൈസ്, ചില്ലി, മുളക്, നമ്മുടെ മുളകുണ്ടല്ലോ, ആ മുളക് വരുന്നതിലാണ് ചില്ലി. ദെൻ മെഡിസിനായിട്ട് ബെലഡോണ, അശ്വഗന്ധ എന്ന് പറയുന്ന ആയുർവേദിക് മെഡിസിൻസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ദെൻ ഫ്യൂമിഗേറ്ററി, പുകയ്ക്കാൻ ടുബാക്കോ ഉപയോഗിക്കുന്ന ടുബാക്കോ വരുന്നത് ഈ സൊളനേസിയൻ്റെ അകത്താണ്. പിന്നെ ഓർണമെൻ്റൽ പ്ലാന്റ് അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന പെറ്റൂണിയ ഇതിൽ വരുന്നതാണ്. അടുത്തത് ലില്ലിയേസിയയിലെ ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ടുലിപ്പ്, ഗ്ലോറിയോസ് എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ഓർണമെൻ്റൽ പ്ലാന്റാണ്. മെഡിസിനൽ പ്ലാന്റാണ് അലോവേറ, കറ്റാർവാഴ വരുന്നതാണ്. ദെൻ വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുന്ന ആസ്പരാഗസ്, ശതാവരി എന്ന് പറയുന്നത് വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റാണ് കോൾച്ചിസൈൻ. നമ്മുടെ DNA ക്രോമസോമൽ സ്റ്റഡിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് കോൾച്ചിസൈൻ എന്ന് പറയുന്നത്. അത് കോൾച്ചിക്കം ഓട്ടുംനേൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റിനകത്ത് കിട്ടുന്നതാണ്. അതും ലില്ലിയേസിയിൽ വരുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇത് ഈ ഓരോ യൂസും ഇതിന് എക്സാമ്പിൾസും ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ബ്രീഫായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂമാറ്റോഫോഴ്സ് ഒക്കേഴ്സ് ഇൻ. അപ്പോൾ ന്യൂമാറ്റോഫോഴ്സ് എന്തായിരുന്നു? ബ്രീത്തിങ് റൂട്ടാണ്. അത് കാണുന്നത് മാംഗ്രൂവ്സിൻ്റെ അകത്താണ്. മാംഗ്രൂവ്സ് കാണുന്നത് കുറച്ച് സാൾട്ടി ഏരിയയിലാണ്. അപ്പോൾ അടുത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഹാലോഫൈറ്റ്സ് ആണ് അതിന് ആൻസർ വരിക. ഹാലോഫൈറ്റ്സ് പറഞ്ഞാലാണ് ഉപ്പുള്ള കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് ഹാലോഫൈറ്റ്സ്. മാംഗ്രൂവ്സ് വരുന്നത് ഹാലോഫൈറ്റ്സിലാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. സ്വീറ്റ് പൊട്ടറ്റോ ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് അഡ്വൻറ്റീഷ്യസ് റൂട്ടാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, പ്ലാന്റ് വിച്ച് പ്രൊഡ്യൂസ് ക്യാരക്ടറിസ്റ്റിക് ന്യൂമാറ്റോഫോഴ്സ് ആൻഡ് ഷോ വിവിപാരി ബിലോങ്സ് ടു. അതും ന്യൂമാറ്റോഫോഴ്സ് കാണുന്നതിൻ്റെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ മറ്റൊരു രൂപത്തിൽ ചോദിച്ചെന്നല്ലോ. ഹാലോഫൈറ്റ്സിൻ്റെ അകത്ത് തന്നെ മാംഗ്രൂവ്സിൻ്റെ അകത്താണ്. ഇവിടെ ന്യൂമാറ്റോഫോർ മാത്രമല്ല, ആൻഡ് ഷോ വിവിപാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഉപ്പുവെള്ളത്തിൽ മാംഗ്രൂവ്സ് വളരുന്ന ചെറിയ ഉപ്പുള്ള കണ്ടീഷനായിരിക്കും. അപ്പോൾ അവിടെയുള്ള ഈ ഉപ്പുവെള്ളത്തിൻ്റെ അകത്ത് വളരുന്ന പ്ലാന്റ്സിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് വിവിപാരി എന്ന് പറയുന്നത്. വിവിപാരി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ കേസിൽ വിവിപാരിയും എന്ന് പറയുമ്പോൾ ദേ ഗീവ് ബർത്ത് ടു യങ് വൺസിനെ വിവിപാരി എന്നും, ഒവിപാരസ് പറഞ്ഞാൽ മുട്ടയിടുന്നതിന് ഒവിപാരസ് എന്നും പ്രസവിക്കുന്നതിന് വിവിപാരി എന്ന് പറയും. പക്ഷേ ഇവിടെ പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല. വിവിപാരി എന്ന് പറഞ്ഞാൽ ഒരു സീഡ് ആ പ്ലാന്റിൽ നിന്ന് പൊട്ടി വീഴുന്ന സമയത്ത് തന്നെ മുളച്ചിട്ടാണ് പൊട്ടി വീഴുക. അതൊരു പ്ലാന്റിൻ്റെ മുകളിലുള്ള ഫ്രൂട്ട് അവിടെ വെച്ച് മുളച്ച് തൈയായതിനു ശേഷം പൊട്ടി താഴെ വീഴുന്നതിന് വിവിപാരി എന്ന് വിളിക്കുക. അത് ഇവിടെ മാംഗ്രൂവ്സിൻ്റെ അകത്ത്, ചില മാംഗ്രൂവ്സിൻ്റെ അകത്ത് കാണുന്നുണ്ട്. കാരണം ഈ ഫ്രൂട്ട് പൊട്ടി നേരെ താഴെ ഉപ്പുവെള്ളത്തിലേക്ക് വീണ സംഭവിക്കും. പ്ലസ് വൺ പഠിച്ചിട്ടുണ്ട്, എക്സോസ്മോസിസ് നടന്നിട്ട് അതിലെ വെള്ളം പുറമേക്ക് പോയി സീഡ് നശിച്ചു പോകും. ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സീഡ് മുളച്ച് 2-3 ലീഫ് വന്നതിന് ശേഷമായിരിക്കും അത് പൊട്ടി താഴെ വീഴുക. എന്നിട്ട് നേരെ താഴേക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള ചില സ്ട്രക്ചേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പം ന്യൂമാറ്റോഫോറും അതേപോലെ തന്നെ വിവിപാരിയും കാണിക്കുന്ന പ്ലാന്റ്സ് മാംഗ്രൂവ്സ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഹാലോഫൈറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ഇൻ ബൊഗൻവില്ല തോൺസ് ആർ മോഡിഫിക്കേഷൻ ഓഫ്. ഇതാണ് ബൊഗൻവില്ലിനെ തോൺസ് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം ആണ്. അപ്പം ഓപ്ഷൻ സി ആണ്. 5 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെം മോഡിഫിക്കേഷൻ? പിക്ചർ ഓഫ് നെപ്പന്തസ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ലീഫാണ്. തോൺ, ചിട്രസോക്ക് ബാക്കിയൊക്കെ സ്റ്റെം മോഡിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. സ്റ്റെംസ് മോഡിഫൈഡ് ഇൻ ടു ഫ്ലാറ്റ് ഗ്രീൻ ഓർഗൻ പെർഫോമിംഗ് ദ ഫങ്ഷൻസ് ഓഫ് ലീവ്സ് ആർ നോൺ ആസ് ഫില്ലോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു കാക്ടസിൻ്റെ അകത്തൊക്കെ കാണുന്ന ആ ഒരു മോഡിഫിക്കേഷനാണ് ഫില്ലോഡ് എന്ന് വിളിക്കുന്നത്. അവിടെ ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ആണ്. സോ സ്റ്റെം ഈസ് മോഡിഫൈഡ് ഇൻ ടു ഗ്രീൻ ഫ്ലാറ്റിൻ്റെ സ്ട്രക്ചർ ടു പെർഫോം ദി ഫങ്ഷൻ ഓഫ് ലീഫാണ്. 7th ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് പെറ്റൽ ഓഫ് എ പാപ്പിലോണേഷ്യസ് കൊറോള ഈസ് കോൾഡ് വെക്സില്ലം എന്ന് വിളിക്കും. അപ്പോൾ ആൻസർ ഡി ആണ്. പാപ്പിലോണേഷ്യസ് കൊറോളൻ്റെ ടെക്സ്റ്റ് പറയുന്നില്ല, അത് സ്റ്റാൻഡേർഡ് പെറ്റലിനെ വിളിക്കുന്ന പേരാണ് വെക്സില്ലം എന്ന് വിളിക്കുന്നത്. The proximal end of filament of the stamen is attached to anther. Proximal എന്ന് പറഞ്ഞാൽ ഫ്രീ എൻഡാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അത് ഓവറിൻ്റെ അടിഭാഗത്തുനിന്നായിരിക്കും ഒരു ഭാഗം എറൈസ് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ പ്രോക്സിമൽ എൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്തായിരിക്കും? ആന്തറാണ് ഉണ്ടാവുക ഫിലമെൻറ്റിനകത്ത്. പെരിഗൈനസ് ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ.
തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് റോസിൻ്റെ അകത്താണ് പെരിഗൈനസ് ഫ്ലവേഴ്സ്. കുക്കുംബർ എപ്പിഗൈനസ് ആണ്, ചൈന റോസ് ഹൈപ്പോഗൈനസ് ആണ്, റോസ് അതിൻ്റെ അകത്ത് പെരിഗൈനസ് ആണ്, പേരക്കേൻ്റെ അകത്ത് എപ്പിഗൈനസ് ആണ്. ദെൻ എക്സൈൽ പ്ലാസൻറ്റേഷൻ ഈസ് പ്രസൻറ്റ് ഇൻ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ലെമണിൻ്റെ അകത്ത് എക്സൈൽ പ്ലാസൻറ്റേഷനാണ്. ദെൻ കോക്കനട്ട് ഫ്രൂട്ട് ഈസ് എ ഡ്രൂപ്പ്. കോക്കനട്ടും മാംഗോ ആണ് ഡ്രൂപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിന് എക്സാമ്പിൾ. ഡ്രൂപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിന് പ്രത്യേകത അതിൻ്റെ ഫ്രൂട്ട് വാൾ, അത് പെരികാർപ്പ് 3 ലെയർ ഉണ്ടായിരിക്കും. ഔട്ടർ ലെയർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ്. ദ മോർഫോളജിക്കൽ നേച്ചർ ഓഫ് എഡിബിൾ പാർട്ട് ഓഫ് കോക്കനട്ട് ഈസ്. കോക്കനട്ട് നമ്മൾ കഴിക്കുന്ന വൈറ്റ് കളറുള്ള ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള എൻഡോസ്പേമാണ്. ദ കോക്കനട്ട് വാട്ടർ ഫ്രം ടെൻഡർ കോക്കനട്ട് റെപ്രസെൻറ്റ് ദി ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ഓപ്ഷൻ ഡി ആണ്. അതായത് +2 അത് പഠിച്ചിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് 2 രീതിയിലുണ്ട്. ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് ഉണ്ട്, സെല്ലുലാർ ടൈപ്പ് ഉണ്ട്. ആ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമാണ് തേങ്ങേൻ്റെ അകത്ത് കാണുന്ന വെള്ളം എന്ന് പറയുന്നത്. കോട്ട്ലെഡൻ ഓഫ് മെയ്സ് ഗ്രെയിൻ ഈസ് കോൾഡ് സ്ക്രൂട്ടെല്ലം. കാരണം മോണോക്കോട്ട് സീഡിൻ്റെ അകത്ത് കാണുന്ന ആ കോട്ട്ലെഡൻ തിൻ പ്ലേറ്റ് ലൈക്ക് വിത്തൗട്ട് ഫുഡ് സ്റ്റോറേജ് ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ക്രൂട്ടെല്ലം എന്ന് പറയുന്നത്. ട്രൈകാർപ്പല്ലറി സിങ്കാർപ്പസ് ഗൈനീഷ്യം ഈസ് ഫൗണ്ട് ഇൻ ദ ഫ്ലവേഴ്സ് ഓഫ് ലില്ലിയേസിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈമിയറസ് 3 ഫാമിലി പഠിക്കാനുള്ളതിൻ്റെ അകത്ത് ഫേബേസിയൻ്റെ അകത്ത് പെൻഡാമിയറസ് ഫ്ലവറാണ്. സൊളനേസിയൻ്റെ അകത്ത് പെൻഡാമിയറസ് ഫ്ലവറാണ്. ട്രൈമിയറസ് ഫ്ലവർ വരുന്നത് ഇതിൻ്റെ അകത്താണ്, ലില്ലിയേസിയൻ്റെ അകത്ത് മാത്രമാണ് വരുന്നത്. ട്രൈ കാർപ്പൽ 3 കാർപ്പൽസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിലും ഫേബേസിയൻ്റെ അകത്ത് 1 കാർപ്പലാണ്, സൊളനേസിയൻ്റെ അകത്ത് 2 കാർപ്പലാണ്, 3 കാർപ്പലാണ് ലില്ലിയേസിയൻ്റെ അകത്ത് വരുന്നത്. സോ ലില്ലിയേസിയ ആൻസർ എ ആണ്. 16th question, the missing floral organ in the given formula of family Fabaceae. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫേബേസിയനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ആൻഡ്രീഷൻ നോക്കിയാൽ 1+9 ബ്രാക്കറ്റിലുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ പ്രത്യേകത കൊറോളേൻ്റെ പ്രത്യേകത ഉണ്ട്. അവിടെ ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ്സ് പെറ്റൽ, 2 കീൽ പെറ്റൽ. ആ 2 കീൽ പെറ്റൽസ് പരസ്പരം ഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ബി ആണ് ആൻസർ വരിക. സി കൊറോളയാണ്. സി റെപ്രസെൻ്റ് 1+2+2 ലാസ്റ്റ് 2 ബ്രാക്കറ്റിൽ വേണം. അത് കീൽ പെറ്റൽസിൻ്റെ ഫ്യൂഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ആൻസർ ബി ആണ്. Perianth is a condition in which calyx and corolla are not distinguished. കാലിക്സ് നമ്മൾ പറഞ്ഞു, അതിനകത്ത് പറഞ്ഞു 2 വേളുണ്ടെങ്കിൽ ഔട്ടർ വേളിനെ കാലിക്സും ഇന്നർ വേളിനെ കൊറോള എന്ന് വിളിക്കും. ആകെ ഒരു വേളയുള്ളെങ്കിൽ നമുക്കത് കാലിക്സ് ആണോ കൊറോള ആണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ടൈം ഉപയോഗിക്കുന്നതിന് പെരിയാന്തിൻ്റെ ടൈം ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് ഇൻഫോർസൻസ് ഷോൺ ഇൻ ഫിഗർ ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ ഫോർ എ ആൻഡ് ബി. തന്നിരിക്കുന്ന ഡയഗ്രത്തിൻ്റെ ടെക്സ്റ്റിൻ്റെ അകത്ത് കൊടുത്ത് അതേ ഡയഗ്രാം തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന കേഷ്യൻ്റെ ഇൻഫോർസൻസ് ആണ്. കേഷ്യ റെസിമോസ് ഇൻഫോർസൻസ് ആണ്. മറ്റേ ജാസ്മിൻ്റെ ഇൻഫോർസൻസ് ആണ്. അത് സൈമോസ് ആണ്. സോ എ റെസിമോസ്, ബി സൈമോസ്. ചൂസ് ദി ഇൻകറക്റ്റ് മാച്ച്. സൈഗമോർഫി ഫ്ലവർ, ബൈലാറ്ററൽ സിമെട്രി, പി ഗുൽമോഹർ ബീൻ, അത് റെഡിയാണ്. അസിമെട്രി ഫ്ലവർ, ഇറഗുലർ ഫ്ലവറാണ്. കെന്ന. ആക്നോമോർഫ് ഫ്ലവേഴ്സ്, റേഡിയൽ സിമെട്രി, മസ്റ്റാർഡ്, ഡെറ്റുറ, ചില്ലി, അത് റെഡിയാണ്. പെൻഡാമിയറസ് ഫ്ലവർ, അതിൽ 5 കാലിക്സ് അല്ല, കാലിക്സ് മാത്രം 5 ആയ പോരാ. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഇതെല്ലാം 5 ഓർ മൾട്ടിപ്പിൾ ആണെങ്കിൽ പെൻഡാമിയറസ് ഫ്ലവർ എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ ഇൻകറക്റ്റ് മാച്ച് ഡി ആണ്. വിച്ച് പ്ലാന്റ് എമംഗ് ഫോളോയിങ് ബിയേഴ്സ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. താഴത്തുനിന്നിരിക്കുന്നതിൻ്റെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം വരുന്ന പ്ലാന്റ് വീറ്റാണ്. വീറ്റും റൈസും അങ്ങനെ മോണോക്കോട്ട് പ്ലാന്റ്സിൻ്റെ അകത്താണ് ഫൈബ്രസ് റൂട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ ഇവിടെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഇവിടെ ബ്രീഫായി നോക്കി ടെക്സ്റ്റ് നല്ല തറവായിട്ട് വായിക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.